Okay. So, welcome to another session of AgriGuru. നമ്മൾ ഫാം അസിസ്റ്റന്റിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് പ്ലാന്റ് പത്തോളജി ആ പോർഷനാണ് ഇന്ന് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമുക്ക് ക്രോപ്പ് ഡിസീസസ് അതിൻ്റെ മാനേജ്മെന്റ് അതിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മൈക്രോ ഓർഗാനിസം, അതിൻ്റെ ഡെഫിനിഷൻ, ഓരോ ഗ്രൂപ്പിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്. അതേപോലെ തന്നെ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസീസസ്, കുറച്ച് കാറ്റഗറീസ് ഓഫ് ഡിസീസസ് ഉണ്ട്, റിലേറ്റഡ് എപ്പിഡമിയോളജി. അപ്പോൾ ആ പോർഷനൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് എന്നുള്ള രീതിയിലാണ്. എല്ലാവരും UG കംപ്ലീറ്റ് ചെയ്തായതുകൊണ്ട് പാത്തോളജി ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവർക്കും ഓർക്കണം നിർബന്ധമില്ല. അപ്പോൾ മാക്സിമം സിമ്പിളാക്കാൻ നോക്കുന്നുണ്ട്. നമുക്കൊരു ഫുൾ ലെങ്ത്തിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ, സോയിൽ കൺസർവേഷൻ ഓഫീസർ, പിന്നെ അതേപോലെ കോപ്പറേറ്റീവ് ബാങ്ക് AO, ആ എക്സാംസിലെല്ലാം പാത്തോളജി അത്യാവശ്യം ടഫായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ ഒരു കോസ്റ്റൽ ഓർഗാനിസം ആയിരിക്കാം, അല്ലെങ്കിൽ സിംറ്റം പറഞ്ഞിട്ട് ഏത് ആണ് ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാൻ, ചില കെമിക്കൽസിനെ പറ്റിയിട്ട്. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും അത്രയ്ക്ക് ഈസി അല്ല പാത്തോളജി. നല്ല ലെവലിൽ ഒരു PG ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫാം അസിസ്റ്റന്റിന്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ UG ആയതുകൊണ്ട് വി ക്യാൻ എക്സ്പെക്ട് കുറച്ചും കൂടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അത്ര ലെവലിൽ നമുക്ക് പാത്തോളജി മാത്രം പഠിച്ചാൽ പോരല്ലോ. അപ്പോൾ മാക്സിമം ഞാൻ സിമ്പിളാക്കാൻ നോക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ലാസ്റ്റ് ചാറ്റ് ബോക്സ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇൻ കേസ് ആരും അൺമ്യൂട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വെറുതെ ഡിസ്റ്റർബൻസ് ആക്കരുത്, നമുക്ക് പോവാം. ഓക്കെ, ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാം. കഴിഞ്ഞത് ഇന്ററാക്റ്റീവ് ആവാൻ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ സിലബസ്. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, എങ്കിലും നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ഫസ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്. ആക്ച്വലി നമുക്ക് അതിൽ കുറച്ച് ഫെമൈൻസ് എല്ലാം വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെമൈൻസ് ഏതാണ്, ഓർഗാനിസം, അതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓർഗാനിസംസ്, ഓരോ ഓർഗാനിസം, അതിന്റെ ഡെഫിനിഷൻ, ഏതൊക്കെ ഡിസീസസ് ആണ് അത് കോസ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ പിന്നെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട് മോർഫോളജി, ക്ലാസിഫിക്കേഷൻ, റീപ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്പേഴ്സൽ ആൻഡ് സർവൈവൽ. ഒരു റീപ്രൊഡക്ഷൻ ആസ്പെക്റ്റ് ഒക്കെ ഇതൊരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഏറ്റവും ഇപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ റീപ്രൊഡക്ഷൻ പോർഷനും കൂടി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബേസിക് ഐഡിയെങ്കിലും ഉണ്ടാക്കി വെക്കുക. ഒരു 4 ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ കംപ്ലീറ്റ്ലി ഡെഫിനിഷൻ ഒന്നും കാണാപ്പാടം പഠിക്കുകയല്ല. ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്. അപ്പം അതിൽ ഓർത്തു വെക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡയറക്റ്റ് ലോസ് എന്താണ്, ഈൽഡ് നഷ്ടപ്പെടും, ഡിസീസസ് ഉണ്ടാവും, അതിനനുസരിച്ച് ഈൽഡ് പോകും. ഇപ്പോൾ ഒരു നോർമലി മോസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്സിൽ പറയുന്ന ഒരു പെർസെൻറ്റേജ് 20 to 40% ഈൽഡ് ലോസ് ആണ് പ്ലാന്റ് ഡിസീസസ് വഴി, പ്ലാന്റ് പെസ്റ്റ് വഴി, അതായത് ഡിസീസസ് ആൻഡ് ഇൻസെക്ട്സ് രണ്ടും കൂടി വരുന്ന ഒരു ലോസ്. ഡയറക്ട്ലി ഈൽഡ് ലോസ് അല്ലാതെ പിന്നെ വേറെ ഏതൊക്കെ രീതിയിലാകാം, ഫുഡ്, ക്ലോത്തിങ്, ഫർണിച്ചർ, ഹൗസിംഗ്, മെഡിസിൻ, അങ്ങനെ ഒരുപാട് രീതിയിൽ പ്ലാന്റ് പ്രൊഡക്ട്സിനെ ഇൻഫെക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇൻഡയറക്ട്ലി ഇതാവും. അപ്പൊ അതിനേക്കാൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈൽഡ് ലോസ് ഉണ്ടായിരിക്കും, ഓഫ് കോഴ്സ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ചില സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്താനും ഡിസീസസ് സഹായിക്കും. അതിലൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ആണ് വീറ്റിൽ കാണുന്ന കർണാൽ ബണ്ട്. അതൊരു ഡിസീസാണ്. അപ്പോൾ ഇപ്പോൾ വീറ്റ് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നത് ഈ കർണാൽ ബണ്ട് എന്നുള്ള ഡിസീസാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ കർണാൽ ബണ്ട് കോസസ് ആൻ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ഇൻ കേസ് ഓഫ് വീറ്റ്. ഓക്കെ, അതല്ലാതെ ഈൽഡിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ മാർക്കറ്റിംഗ് വാല്യൂ കുറഞ്ഞു പോകും. അതിന് എക്സാമ്പിൾ ആണ് സിട്രസില്, മാംഗോയില്, ഗ്വാവയില്, അങ്ങനെ വരുന്ന ഫ്രൂട്ട് ക്രോപ്സിലെല്ലാം കാണുന്ന ക്യാങ്കർ, സ്കാബ്, ആന്ത്രാക്നോസ് പോലുള്ള ഡിസീസസ്. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഉള്ളിലും ഇൻഫെക്ഷൻ ഒന്നും അധികം എത്തിയിട്ടുണ്ടാവില്ല, നമുക്ക് കൺസ്യൂം ചെയ്യാം. പക്ഷെ എന്താ, മാർക്കറ്റിൽ നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഫ്രൂട്ട്സിന് വാല്യൂ ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ, അപ്പൊ മാർക്കറ്റിംഗ് വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡിസീസസ് ഏതാന്ന് ചോദിക്കാം. അതാണ് ഇതൊക്കെ എക്സാമ്പിൾ. ഓരോ ക്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു ദർ പെസ്റ്റ് പഠിക്കുമ്പോൾ ഒന്നും കൂടി പറയും, പക്ഷെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ആൻഡ് സം ഓഫ് ദം മേ ഈവൻ കോസ് ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഐറിഷ് ഫെമൈൻ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അയർലാൻഡിൽ 1845 നടന്ന ഒരു ഫെമൈൻ ആണ്. കോസ്റ്റൽ ഓർഗാനിസം ഏതായിരുന്നു, ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് കോസിങ് ലേറ്റ് ബ്ലൈറ്റ് ഇൻ കേസ് ഓഫ് പൊട്ടാറ്റോയിലെ ലേറ്റ് ബ്ലൈറ്റ്. അപ്പൊ അതെന്തുണ്ടായി, പൊട്ടാറ്റോയിലുള്ള
ലക്ഷ്മി കൃഷ്ണ, എന്താണ് കേൾക്കുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, കൈത്തട്ടി ഒന്ന് നോക്കണേ. നമ്മൾ ക്ലാസ്സിനിടയിൽ പിന്നെയും തിരിച്ചു വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഓക്കെ, ഫസ്റ്റ് വൺ ഐറിഷ് ഫെമൈൻ. കാരണം പൊട്ടാറ്റോ എന്നുള്ള അവരുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റേപ്പിൾ ഫുഡിൽ നിന്ന് മറ്റു ഫുഡ് ക്രോപ്സിലേക്ക് ആശ്രയിക്കേണ്ടി വന്നു. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മറ്റൊന്ന് കോഫിയിലുള്ള ലീഫ് റസ്റ്റ്, ഹെമീലിയ വാസ്താട്രിക്സ് ആണ്, നമ്മൾ അടുത്തതിൽ പറയും. അപ്പോൾ അതേവരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ബീവറേജ് ക്രോപ്പ് ഏതായിരുന്നു? കോഫി ആയിരുന്നു ലാർജ് സ്കെയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കോഫിയിലെ ലീഫ് റസ്റ്റ് വന്നപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഹെമീലിയ വാസ്താട്രിക്സ് ഇൻഫെക്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ക്രോപ്പിലേക്ക് അവർക്ക് നീങ്ങേണ്ടി വന്നു, എസ്പെഷ്യലി ടീ പോലുള്ളവ. ഓക്കെ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത്രയും ഹിസ്റ്ററിക് സിഗ്നിഫിക്കൻസ് ഉള്ള ഡിസീസസ് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാ ഹിസ്റ്ററി പഠിച്ചില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് ഫെമൈൻസ്, ഇമ്പോർട്ടന്റ് എപ്പിഡമിക്സ് എല്ലാം ഓർത്ത് വെക്കണം. മറ്റൊന്ന് ഡയറക്ട്ലി പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്നതായിരിക്കും. അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കും ചില ഡിസീസസ് വരും. അതിനുള്ള 3 എക്സാമ്പിൾസ് ആണ് നോട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എഫ്ലാടോക്സിൻ. നമ്മൾ ഗ്രൗണ്ട് നെറ്റിലെല്ലാം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മൈക്കോടോക്സിൻ ആണ് എഫ്ലാടോക്സിൻ. ഗ്രൗണ്ട് നെറ്റിൽ അത് ഏത് കോസ്റ്റൽ ഓർഗാനിസം ആണെന്ന് ചോദിക്കാം. ആസ്പെർജില്ലസ് ഫ്ലേവസ്. ഓക്കെ, ഒരുപാട് എന്താ പറയാ, ആളുകളുടെ മരണത്തിന് വരെ കാരണമായ ഒരു ടൈപ്പ് ഓഫ് ടോക്സിൻ ആണ്. അതുകൊണ്ട് ഹിസ്റ്റോറിക് വാല്യൂ ഉണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. എഫ്ലാടോക്സിൻ, കോസ്റ്റൽ ഓർഗാനിസം, ആസ്പെർജില്ലസ് ഫ്ലേവസ്. ഓക്കെ, സ്ലൈഡ് ഷോ ആയിരുന്നില്ലേ നേരത്തെ വന്നപ്പോൾ മാറിപ്പോയതാ. ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എഫ്ലാടോക്സിൻ. സെക്കൻഡ് വൺ എർഗോട്ടിസം. റൈ എന്നുള്ള ക്രോപ്പില് ക്ലാവിസെപ്സ് പെർപ്യൂറി ഉണ്ടാക്കുന്ന ഒരു പെർട്ടിക്കുലർ ഡിസീസ് ആണ് എർഗോട്ട്. അപ്പൊ ആ എർഗോട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെർട്ടിക്കുലർ ഡിസീസ് ആണ് എർഗോട്ടിസം. ഇപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. ആ ഓർഗാനിസത്തിന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്, ക്ലാവിസെപ്സ് പെർപ്യൂറിയ. ഓക്കെ, അതെന്നാണ് LSD പോലുള്ള ഡ്രഗ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊരു കുറച്ചൊരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പാർട്ടാണ്. മറ്റൊന്ന് മ്യൂക്കോറും മൈക്കോസിസ്. നമ്മൾ കൊറോണേന്റെ ഒക്കെ അടുപ്പിച്ച് അങ്ങനെ ഒരു ഡിസീസ് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്, മ്യൂക്കർ എന്നുള്ള ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു 3 എക്സാമ്പിൾസ് സൈറ്റ് ചെയ്തതാണ്, ഹ്യൂമനിലേക്കും എത്തും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. പിന്നെ അതേപോലെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഇൻഡയറക്റ്റ് എഫക്ട്സ് വേറെ. അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോർഷൻ ഒന്ന് നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. നെക്സ്റ്റ് കമ്മിങ് ടു ഫെമൈൻസ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ആദ്യം 2 കൊടുത്തത് ഐറിഷ് ഫെമൈനും ബംഗാൾ ഫെമൈനും. എന്തായാലും ഓർത്ത് വെക്കണം. ഐറിഷ് ഫെമൈന്റെ ഇയർ 1845, ബംഗാൾ ഫെമൈൻ 1943. ഐറിഷ് ഫെമൈൻ അയർലാൻഡിലാണ് നടന്നത്, ബംഗാൾ ഫെമൈൻ ഇന്ത്യയിൽ. കോസ്റ്റൽ ഓർഗാനിസം ഐറിഷ് ഫെമൈൻ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ ആയിരുന്നു, ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് ആയിരുന്നു കോസ്റ്റൽ ഓർഗാനിസം. ബംഗാൾ ഫെമൈൻ ബ്രൗൺ സ്പോട്ട്. ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏത് ഡിസീസായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്, ഏത് കോസ്റ്റൽ ഓർഗാനിസമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്, എവിടെയാണ് നടന്നത്, ഏത് ഇയറിലാണ്, 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത്ര സിമ്പിളിൽ ഇനി ചോദിക്കുമോന്ന് അറിയില്ല, പക്ഷെ ചോദിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന 2 ഇമ്പോർട്ടന്റ് ഫെമൈൻസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോഫി റസ്റ്റ്, കോസ്റ്റൽ ഓർഗാനിസം ഹെമീലിയ വാസ്താട്രിക്സ്, ശ്രീലങ്കയിൽ ഇയർ 1867. അത്ര ഓർത്ത് വെക്കണം. പിന്നെ മറ്റൊന്നാണ് USA വന്ന സതേൺ കോൺ ലീഫ് ബ്ലൈറ്റിന്റെ ഒരു എപ്പിഡമിക്സ്, ഹെൽമിന്തോസ്പോറിയം മേഡിസ്. CMS ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വന്ന ഒരു ഡിസീസ് ആണ്. അത്ര ഓർത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇയർ ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഓപ്ഷൻസിൽ ഈ ഇയർ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ മേ ബി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്തിട്ടാവാം. 1970 ആണ് ഇയർ. പിന്നെ വീട്രസിന്റെ കോസ്റ്റൽ ഓർഗാനിസം എന്തായാലും ഓർക്കണം, ഇയർ അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും. പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസ്, ഇതൊക്കെ കേട്ടോ എപ്പിഡമിക്സ്. കാറ്റഗറി ഓഫ് ഡിസീസസും നമുക്ക് ലാസ്റ്റ് എടുക്കാം. അപ്പൊ ഒന്നും കൂടി പറയാം എന്താണ് എപ്പിഡമിക്, പാൻഡമിക് എന്നൊക്കെ. അപ്പൊ തൽക്കാലം ഇത്ര നോട്ട് ചെയ്ത് വെക്കുക. ഒരിക്കലും മറക്കരുത് ഐറിഷ് ഫെമൈനും ബംഗാൾ ഫെമൈനും. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ ദ ലാസ്റ്റ് AO 22 നടന്ന AO ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലീഫ് റസ്റ്റ് ഓഫ് കോഫി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ ഫ്രം ശ്രീലങ്ക ഡ്യൂറിങ്. അപ്പൊ നിങ്ങൾ കണ്ട കുറച്ച് ഇയേഴ്സ് ആയിരിക്കും. 1870 ഉണ്ട്, 1970 ഉണ്ട്, 1867 ഉണ്ട്, 1943 ഉണ്ട്. ഏതായിരിക്കും? ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കഴിയുന്നതും ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ നോക്കണേ. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് പറഞ്ഞു പോവാം. ലീഫ് റസ്റ്റ് ഓഫ് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1870 ആണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഇയേഴ്സിന്റെ ഒക്കെ സിഗ്നിഫിക്കൻസ് നോക്കാം. 1970 USA സതേൺ കോൺ ലീഫ് ബ്ലൈറ്റ് എപ്പിഡമിക് നടന്ന വർഷമാണ്. 1867 ശ്രീലങ്കയിൽ കോഫി ലീഫ് റസ്റ്റ് എപ്പിഡമിക് നടന്ന വർഷം. 1943 ബംഗാൾ ഫെമൈൻ
നടന്ന വർഷം. അപ്പൊ ഈ ഓപ്ഷൻസ് ഞാൻ ഇട്ടതല്ല, PSC വന്ന സെയിം ഇയേഴ്സ് ആണ്. അപ്പൊ എല്ലാ ഇയേഴ്സിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഇയർ ഐറിഷ് ഫെമൈൻ ഒക്കേർഡ്? ഇത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യൂ. ഫസ്റ്റ് വൺ 1943, സെക്കൻഡ് വൺ 1867, തേർഡ് 1845, ഫോർത്ത് വൺ 1970. ഐറിഷ് ഫെമൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ദ പ്ലാന്റ് പത്തോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് പോലും വന്നത് ഈ ഒരു ഫെമൈനിലൂടെയാണ്. അപ്പൊ 1943, 1867, 1845, 1970. ഏതാ ആൻസർ? 1845. വെരി ഗുഡ്. അപ്പൊ ഇയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെ ഇയർ നോക്കുക. അപ്പൊ അത് 1845 ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ഓഫ് വീറ്റ് ഫ്രം ഇന്ത്യ ടു അതർ കൺട്രീസ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വീട്ടിൽ ഒരുപാട് ഡിസീസസ് ഉണ്ട്. അതിൽ കർണാൽ ബണ്ടാണ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി, ബംഗാൾ ഫെമൈൻ is associated with which organism? First one, Helminthosporium oryzae. Second, Phytophthora infestans. Third, Hemilia vastatrix. D, Helminthosporium maedis. അതിൽ ഏത് ഓർഗാനിസമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്? ഇതിന്റെ ആൻസർ ഒന്ന് പറയൂ. ബംഗാൾ ഫെമൈൻ ഏത് ഓർഗാനിസമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്? ബംഗാൾ ഫെമൈൻ ഏത് ഓർഗാനിസമായിട്ടാണ് അസോസിയേഷൻ? എ, Helminthosporium oryzae. ഹെൽമിന്തോസ്പോറിയം ഒറൈസി ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാ ഫെമൈന് ഓർഗാനിസം, ഇയർ, പ്ലേസ്, ചില എപ്പിഡമിക്സ് നടന്ന വർഷം. ഇപ്പൊ ഐറിഷ് ഫെമൈൻ്റെ ഏതായിരുന്നു? ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ്. മറന്നുപോകരുത്. ഇനി നമുക്കതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഡിസീസസിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തത്. നെക്സ്റ്റ് വൺ, പാത്തജൻസ് ആണ്. ഓരോ പാത്തജനും അതുണ്ടാക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എല്ലാത്തിനും ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഐഡന്റിഫൈ ഓർഗാനിസം. അവർ ഡെഫിനിഷൻ തരും, എന്നിട്ട് ഓർഗാനിസം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഫംഗൈ, ബാക്ടീരിയ പോലുള്ളതൊക്കെ ആര് എഴുതിപ്പോവും, അതൊന്നും തരുന്നുണ്ടാവില്ല. പക്ഷെ ഫൈറ്റോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ, വൈറോയിഡ്, വൈറസും കുഴപ്പമില്ല, വൈറോയിഡ് അങ്ങനെയുള്ളതിനൊക്കെ തരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. മേ ബി ഓപ്ഷനിൽ ഫൈറ്റോപ്ലാസ്മ ഉണ്ടാവും, സ്പൈറോപ്ലാസ്മ ഉണ്ടാവും. അപ്പൊ ഡെഫിനിഷനിൽ വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസിങ് ആവും. അപ്പൊ അതുകൊണ്ട് ആ ഡെഫിനിഷൻ എല്ലാത്തിനെയും സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. പിന്നെ ഒന്ന്, ഒരു ഡിസീസ് തരും, എന്നിട്ട് അത് ഏതാണ്, അത് ഫംഗൈ ആണോ ഉണ്ടാക്കുന്നത്, ബാക്ടീരിയ ആണോ ഉണ്ടാക്കുന്നത്, ഫൈറ്റോപ്ലാസ്മയാണോ ഉണ്ടാക്കുന്നത്. അവിടെയും നോർമലി ഫംഗയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. അപ്പോഴും ഓർത്ത് വെക്കേണ്ടത് ഏതാ? വൈറസ്, വൈറോയിഡ്, ഫൈറ്റോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ഓർഗാനിസം. അവർ ഉണ്ടാക്കുന്ന കുറച്ച് ഡിസീസസേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ അത് കാണാതെ പഠിക്കണം. അതിൽ മാത്രമേ അവർ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുള്ളൂ. ഫംഗൈ, ബാക്ടീരിയ ആർക്കും എഴുതാം, അത് ചോദിക്കില്ല. അത് രണ്ടൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഫംഗസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫംഗസിനെ പറ്റിയുള്ള സ്റ്റഡീനെ നമ്മൾ എന്താ വിളിക്കുക? മൈക്കോളജി. വേർഡ് മീനിങ് എന്താണ്? മൈക്കസ് ആൻഡ് ലോഗസ്. മൈക്കസ് മീനിങ് മഷ്റൂം, ലോഗസ് മീൻസ് കോഴ്സ്, സ്റ്റഡി, എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ മൈക്കോളജിന്റെ വേർഡ് മീനിങ് പറയുന്നത് സ്റ്റഡി ഓഫ് മഷ്റൂം. അതിലെന്താണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്? ഫംഗസിനെ പറ്റിയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ ഫംഗസ് എന്നുള്ളതിന്റെ വേർഡ് മീനിങ് മഷ്റൂം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു ഫംഗസ് ഏതായിരിക്കും? മഷ്റൂം ആണ്. അതുകൊണ്ടാണ് ആ പേരുകളിലെല്ലാം മഷ്റൂമിനോട് അസോസിയേഷൻ വന്നത്. ഓക്കെ, അപ്പൊ മഷ്റൂം എന്നുള്ള പേര് വന്നതുകൊണ്ട് ജസ്റ്റ് നമുക്ക് പറയാം, മഷ്റൂം 2 ടൈപ്പ് ഉണ്ട്. എഡിബിൾ മഷ്റൂം ഉണ്ട്, പോയിസണസ് ഉണ്ട്. അങ്ങനെ പോയിസണസ് ആയിട്ടുള്ള മഷ്റൂമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടോഡ് സ്റ്റൂൾ. ഒന്ന് ഓർത്തേക്ക് കേട്ടോ. ടോഡ് സ്റ്റൂൾ, അതിന്റെ വേർഡ് മീനിങ് ഡെത്ത് ചെയർ എന്നാണ്, മരണക്കസേര. ടൊഡസ്റ്റൽ എന്നുള്ളൊരു വേർഡ് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് പോയിസണസ് മഷ്റൂമിന്റെ പേരാണ് ടോഡ് സ്റ്റൂൾ. അതിലൊരു വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് അമാനിറ്റ ഫാലോയിഡസ്. അമാനിറ്റ തുടങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് പോയിസണസ് ആക്കാം. അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് അമാനിറ്റ ഫാലോയിഡസ്. നമ്മള് സീസറിന്റെ ഭാര്യ, സീസറിനെ കൊന്നത് ഈ മഷ്റൂം കൊടുത്തിട്ടാണ് എന്നൊക്കെയുള്ള സ്റ്റോറീസ് ഇറ്റ്സ് ദർ. സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഏതാണ് പോയിസണസ് മഷ്റൂം ഏതാണെന്ന് മേ ബി ക്വസ്റ്റ്യൻ വരാം. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, അപ്പൊ ഏതൊക്കെയാണ് എഡിബിൾ മഷ്റൂം? നിങ്ങൾക്ക് അറിയുമായിരിക്കും, കോമൺ നെയിമെങ്കിലും അറിയുമായിരിക്കും. പക്ഷെ അതിന്റെ ജീനസ് നെയിമെങ്കിലും, സ്പീഷീസ് അത്ര ഓർത്തില്ലെങ്കിലും ജീനസ് നെയിമെങ്കിലും ഓർത്ത് വയ്ക്കുക. ബട്ടൺ മഷ്റൂം ഏത് ഗ്രൂപ്പാണ്? അഗാരിക്കസ് ആണ്. ഓയിസ്റ്റർ മഷ്റൂം, നമ്മൾ ചിപ്പിക്കൂൺ എന്നൊക്കെ പറയുന്ന കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള മഷ്റൂം ആണ്. അതിന്റെ പേരെന്താണ്? പ്ലൂറോട്ടസ്. നമ്മൾ ഒരുപാട് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് KUന്റെ അണ്ടറിലുണ്ട്. പ്ലൂറോട്ടസ് ആണ് ഓയിസ്റ്റർ മഷ്റൂം. പിന്നെ പാഡിസ്ട്രോ മഷ്റൂം. പാഡിസ്ട്രോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മഷ്റൂം ആണ് വോൾവേറിയല്ല, പാഡിസ്ട്രോ മഷ്റൂം. പിന്നെ മിൽക്കി മഷ്റൂം, പാൽക്കൂണ്, കാലോസൈബെ, അതും കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള മഷ്റൂമാണ്. പിന്നെ ഗാനോഡർമ.
ഗ്യാനോഡർമ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഡിസീസിൽ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്യാനോഡർമ, ഓരോ മരത്തിന്റെ തടിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് മഷ്റൂം ആണ് ഗ്യാനോഡർമ. ഓക്കെ, അപ്പൊ ഇത്രയും മഷ്റൂംസ് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ബസീഡിയോ മൈക്കോട്ട. നമ്മളിപ്പോൾ അടുത്തത് ക്ലാസിഫിക്കേഷനിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യു ജിയിലെല്ലാം കേട്ടിട്ടുണ്ടാവും ബസീഡിയോ മൈക്കോട്ട. റസ്റ്റ്, സ്മട്ട്, മഷ്റൂം എല്ലാം വരുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ എഡിബിൾ മഷ്റൂം ബിലോങ് ചെയ്യുന്നത്. മേ ബി സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരാം ഏത് ഗ്രൂപ്പിലായിരിക്കും എന്നുള്ളത്. എന്നാൽ കുറച്ച് ചില എഡിബിൾ മഷ്റൂം ഏതിലാണ് ഉണ്ടാവുക? ആസ്കോമൈക്കോട്ടയിലായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് കോഡൈസെപ്സ്, മോർഷെല്ല, ട്യൂബർ. ഓക്കെ, കോഡൈസെപ്സ് എന്ന് കാറ്റർപില്ലാർ മഷ്റൂം എന്നെല്ലാം വിളിക്കും. കാറ്റർപില്ലാറിന്റെ മുകളിൽ വരുന്ന, ഇൻഫെക്ട് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മഷ്റൂം ആണ് കോഡൈസെപ്സ്. പിന്നെ മോർഷെല്ല, ട്യൂബർ, ഈ ഹിമാലയൻ റീജിയൻസിലെല്ലാം കാണുന്ന, നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മഷ്റൂം ആണ്. അപ്പൊ ജസ്റ്റ് എല്ലാ മഷ്റൂമും ബസീഡിയോമൈക്കോട്ടയിലല്ല, ചില എഡിബിൾ മഷ്റൂം ആസ്കോമൈക്കോട്ടയിലും കൂടി ഉണ്ട്. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ 2 വെറൈറ്റീസിന്റെ പേര് POP മെൻഷൻഡ് ആണ്. ഓയിസ്റ്ററിന്റെ അനന്തൻ, അതേപോലെ മിൽക്കി മഷ്റൂമിൽ ഭീമ. അപ്പൊ ഭീമ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കാം. മിൽക്കി മഷ്റൂം ഓർ കാലോസൈബേ ആണ്. അനന്തൻ ഏത് ഗ്രൂപ്പാണ്? പ്ലൂറോട്ടസ് ഓർ ഓയിസ്റ്റർ മഷ്റൂം ആണ്. ഓക്കെ, മഷ്റൂം ഒരു സ്പെസിഫിക് സെക്ഷൻ ആയിട്ട് തന്നെ POP ഉണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ആ മഷ്റൂം എന്നുള്ള ടേം വന്നപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി മൈക്കോളജിന്റെ പിതാവ് ആരാണ്? പിയർ ആന്റോണിയോ മൈക്കേലി. അറ്റ്ലീസ്റ്റ് PA മൈക്കേലി എന്നെങ്കിലും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബാക്കി അസോസിയേറ്റ് ചെയ്ത കുറച്ച് ഫാദേഴ്സിനെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതെല്ലാം പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. പ്ലാന്റ് പത്തോളജിയിലെ പിതാവ് ആന്റോൺ ഡിബാരി, ബാക്ടീരിയോളജിയിലെ ആന്റോൺ വോൺ ലിയുവൻഹോക്ക്. അങ്ങനെ കുറച്ചുണ്ട്, എല്ലാം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പറ്റുമെങ്കിൽ എല്ലാതും പഠിക്കുക, അറ്റ്ലീസ്റ്റ് ഹൈലൈറ്റ് ചെയ്തതെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ക്ലാസിഫിക്കേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് കിർക്കിറ്റാലിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഫംഗൈന്ന് നമ്മൾ പഠിക്കുന്ന എല്ലാ ഓർഗാനിസത്തിനെയും ഇപ്പൊ നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, 3 കിങ്ഡം ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. കിങ്ഡം ഫംഗൈ, കിങ്ഡം ക്രോമിസ്റ്റ, കിങ്ഡം പ്രോട്ടോസോവ. ഓക്കെ, അപ്പൊ അതില് കിങ്ഡം പ്രോട്ടോസോവയിൽ വരുന്ന ഗ്രൂപ്പാണ് പ്ലാസ്മോഡയഫോറ. നമ്മളെ ക്രൂസിഫർ ഫാമിലി ഇല്ലേ, ക്യാബേജ്, കോളിഫ്ലവർ, മസ്റ്റാർഡ് എല്ലാം തുടങ്ങിയ ക്രൂസിഫേഴ്സ്. ആ ക്രൂസിഫേഴ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പാത്തജൻ ആണ് പ്ലാസ്മോഡയഫോറ. പ്ലാസ്മോഡയഫോറ ബ്രാസിക്ക. നിങ്ങൾ ലൈഫ് സൈക്കിൾ എല്ലാം UGയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഗ്രൂപ്പ് വരുന്നത് ഏത് കിങ്ഡത്തിലാ? പ്രോട്ടോസോവ എന്നുള്ള കിങ്ഡത്തിലാണ്. അപ്പൊ അത് ശരിക്കും എന്താണ്? ഒരു പ്രോട്ടോസോവയാണ്. അപ്പൊ നമുക്ക് അതിനെ പ്രോട്ടോസോവൻ ഫംഗൈ എന്നൊക്കെ പറയാം. ഓക്കെ, ട്രൂ ഫംഗൈ അല്ല. അതേപോലെ വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഊമൈക്കോട്ട. ഊമൈക്കോട്ടയിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക? പിത്തിയം, ഫൈറ്റോഫ്തോറ, ഡൗണി മിൽഡി ഉണ്ടാക്കുന്ന പാത്തജൻസ്, അവരെല്ലാം വരുന്ന ഗ്രൂപ്പാണ് ഊമൈക്കോട്ട. ശരിക്കും ഊമൈക്കോട്ട ഒക്കെ ആയിരിക്കും നമ്മൾ ഫംഗസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പിത്തിയത്തിന്, ഫൈറ്റോഫ്തോറയ്ക്കൊക്കെ. പക്ഷെ അവരും എന്തല്ല? ട്രൂ ഫംഗൈ അല്ല. അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏത് കിങ്ഡത്തിലാ? ക്രോമിസ്റ്റ എന്നുള്ള ഒരു കിങ്ഡത്തിലാണ്. ഇത് 2 ട്രൂ ഫംഗൈ അല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. പക്ഷെ ചില കേസസ്, ചില ക്വസ്റ്റ്യനിൽ ലോവർ ഫംഗൈ എന്ന് പറയുമ്പോൾ മേ ബി ഇത് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എഴുതുന്നതിന് കുഴപ്പമില്ല. കുറെ കാലങ്ങളായിട്ട് നമ്മൾ അതിനെ ഫംഗൈന്റെ കീഴിൽ തന്നെയാണ് പഠിക്കുന്നത്, അതൊരു ലോവർ ഫംഗൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇൻ കേസ് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ വിച്ച് വൺ അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ട്രൂ ഫംഗൈ എന്ന് ചോദിച്ചിട്ട് അതിൽ പിത്തിയോ ഫൈറ്റോഫ്തോറയോ ഇതേ പറഞ്ഞ പോലെ പ്ലാസ്മോഡയഫോറ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വേണം കുത്താൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ അതും ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് നമ്മുടെ ട്രൂ ഫംഗൈ. നമ്മുടെ ഫംഗൈന്റെ എല്ലാ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ട്രൂ ഫംഗൈ. അതിൽ വരുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാ? കൈട്രീഡിയോ മൈക്കോട്ട, സൈഗോ മൈക്കോട്ട, ഗ്ലോമറോ മൈക്കോട്ട. അറ്റ്ലീസ്റ്റ് ഇത് മൂന്നില്ലെങ്കിലും ആസ്കോ ബസീഡിയോ ഒക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവരൊക്കെയാണ് ട്രൂ ഫംഗൈയിൽ വരുന്നത്. അതിൽ തന്നെ ആസ്കോ മൈക്കോട്ട, ബസീഡിയോ മൈക്കോട്ട, പിന്നെ അനാമോർഫിക് ഫംഗൈ, ഈ 3 പേരെയാണ് നമ്മൾ ഹയർ ഫംഗൈ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മൾ ടോട്ടൽ ഫംഗൈനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇപ്പൊ 3 കിങ്ഡത്തിലായിട്ടാണ്. ഒരൊറ്റ കിങ്ഡം ഫംഗൈയിലല്ല, 3 കിങ്ഡത്തിലായിട്ടാണ് ആക്കിയിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് പ്ലാസ്മോഡയഫോറ ബ്രാസിക്ക എന്നൊക്കെ ഉള്ള ഓർഗാനിസം ആക്ച്വലി എന്തല്ല? ഒരു ട്രൂ ഫംഗൈ അല്ല, പക്ഷെ അതൊരു പ്രോട്ടോസോവൻ ഫംഗൈ ആണ്. പ്രോട്ടോസോവന്റെ ക്യാരക്ടറായിട്ടാണ് അതിന് കൂടുതൽ സാമ്യം. അതിന് കിങ്ഡം പ്രോട്ടോസോവയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഊമൈക്കോട്ടയിൽ വരുന്ന പിത്തിയം, ഫൈറ്റോഫ്തോറ, ഡൗണി മിൽഡി എല്ലാം വരുന്ന ഊമൈക്കോട്ടയും ട്രൂ ഫംഗൈ അല്ല, അത് കിങ്ഡം ക്രോമിസ്റ്റയിലാണ് വരുന്നത്. പിന്നെ വരുന്ന കിങ്ഡം ഫംഗൈയിൽ വരുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാണ്? കൈട്രീഡിയോ, സൈഗോ, ഗ്ലോമറോ, ആസ്കോ, ബസീഡിയോ, ഇത്രയും ഗ്രൂപ്പാണ് വരുന്നത്.
അപ്പൊ ആസ്കോയും ബസീഡിയും ഒക്കെ എന്താണ്? ഹയർ ഫംഗയാണ്. ഓക്കെ, ഇത്രയും ഓർത്ത് വയ്ക്കുക. കാരണം ഇത്രയും ഓർത്ത് വയ്ക്കേണ്ട കാര്യം, നിങ്ങളിത് കാണാപ്പാടം പഠിക്കണ്ട. പക്ഷെ ഹയർ ഫംഗൈ, ലോവർ ഫംഗൈ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഹയർ ഫംഗൈ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആസ്കോ ബസീഡിയോ ഹയർ ആണെന്ന് അറിയണം. അതേപോലെ ഊമൈക്കോട്ട ശരിക്കും ട്രൂ ഫംഗൈ അല്ല, ഫംഗൈ ലൈക്ക് ഓർഗാനിസം എന്ന് വേണമെങ്കിൽ പറയാം. പ്ലാസ്മോഡൈഫോറ ഒരു പ്രോട്ടോസോവയാണ്. അത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ആസ്കോ ബസീഡിയോ കൂടാതെ അനാമോർഫിക് ഫംഗൈനെ നമ്മൾ ഹയർ ഫംഗൈയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അനാമോർഫിക് ഫംഗൈ? നിങ്ങൾ ആ പേര് അത്ര കേട്ടിട്ടില്ലെങ്കിലും ഡ്യൂട്രോമൈക്കോട്ട എന്ന് കേട്ടിട്ടുണ്ടാവും. വേസ്റ്റ് ബാസ്ക്കറ്റ് ഫംഗൈ എന്നൊക്കെ പറയും, ഫംഗൈ ഇംപെർഫെക്റ്റി എന്നൊക്കെ പറയും. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് സെക്ഷൽ സ്റ്റേജ് ആബ്സെന്റ് ആണ്. അങ്ങനെയുള്ള ഫംഗൈനെ നമ്മൾ ഇടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഡ്യൂട്രോമൈക്കോട്ട. ഇപ്പൊ അത് അങ്ങനെ പറയാറില്ല, പകരം അനാമോർഫിക് ഫംഗൈനെ പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ലേറ്റർ. ഓക്കെ, അപ്പൊ ഈ ആസ്കോയും ബസീഡിയോ എന്താണ്? ആസ്കോ ബസീഡിയോ പ്ലസ് ദിസ് അനാമോർഫിക് ഫംഗൈ, മൂന്ന് പേര് എന്താ വരിക? ഹയർ ഫംഗൈലാണ്. അപ്പൊ അനാമോർഫിക് ഫംഗൈയിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ നേരത്തെ ഡ്യൂട്രോമൈക്കോട്ട എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തന്നെയാണ്. സെക്ഷലി അവർക്കൊരു സ്റ്റേജ് കാണാത്തത് കൊണ്ട് നമ്മൾ അതിനെ എവിടെ കൊണ്ടിടും? ഡ്യൂട്രോമൈക്കോട്ട എന്നുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടും. എന്നിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അതിനെ കണ്ടുപിടിച്ചാൽ നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് ഏതർ ആസ്കോയിലോട്ടോ ബസീഡിയോയിലേക്ക് തട്ടും. അത്രയേ ഉള്ളൂ ബേസിക്കലി. അപ്പൊ ഇവർ മൂന്നുപേര് എന്താണ്? ഹയർ ഫംഗൈയാണെന്ന് മാത്രം തൽക്കാലം ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫംഗൈ-ലൈക്ക് ഓർഗാനിസം? ഞാൻ പറഞ്ഞത് വല്ലത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫംഗൈ-ലൈക്ക് ഓർഗാനിസം? കൊളറ്റോട്രൈക്കം, ഫൈറ്റോഫ്തോറ, പൈറിക്കുലേറിയ, എറൈസിഫെ, നൺ ഓഫ് ദിസ്. എന്താണ് ഇതിന്റെ ആൻസർ? വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രൂ ഫംഗൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? കൊളറ്റോട്രൈക്ക ഉണ്ടായിരുന്നു, ഫൈറ്റോഫ്തോറ ഉണ്ട്, പൈറിക്കുലേറിയ, എറൈസിഫെ, നൺ ഓഫ് ദീസ്. ഏതാ ആൻസർ? ബി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ ഫൈറ്റോഫ്തോറയാണ്. അപ്പൊ പിത്യം, ഫൈറ്റോഫ്തോറ, ഡൗണി മിൽഡ്യൂ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്, ആൽബ്യൂഗോ, പിന്നെ പ്ലാസ്മോഡൈഫോറ ബ്രാസ്ക. ഇത്രയും ആൾക്കാരൊന്നും ട്രൂ ഫംഗൈയിൽ വരില്ല. ബട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനെ ലോവർ ഫംഗൈ എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നല്ല. പക്ഷെ സ്പെസിഫിക്കലി ട്രൂ ഫംഗൈ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അത് എഴുതരുത്. ട്രൂ ഫംഗൈ അല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷനിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഓരോ ഓർഗാനിസത്തിന് ഡെഫിനേഷൻ കമ്പൽസറി പഠിക്കണം. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അഗ്രികൾച്ചർ അസിസ്റ്റന്റിന്റെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചപ്പോൾ ഡെഫിനേഷൻ തന്നു, ഒരു 3-4 പോയിന്റ് തന്നിട്ട് ഏതാണ് ഓർഗാനിസം ഐഡന്റിഫൈ ചെയ്യേണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയണം. ഫസ്റ്റ് വൺ യൂക്കാരിയോട്ടിക്. ട്രൂ ന്യൂക്ലിയസ് ഉള്ളവരെ നമ്മൾ യൂക്കാരിയോട്ടിക് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ആകെ പാത്തജൻസിൽ പ്രോകാരിയോട്ട് ആയിട്ട് പഠിക്കുന്ന ആരെയായിരിക്കും? ബാക്ടീരിയ പഠിക്കും, ഫൈറ്റോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ, പിന്നെ ഫാസ്റ്റീഡിയസ് വാസ്കുലാർ ബാക്ടീരിയ. ഈ 4 ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൊക്കാരിയോട്ട് ആയിട്ട് പഠിക്കുള്ളൂ. ബാക്ടീരിയ, ഫൈറ്റോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ, ഫാസ്റ്റീഡിയസ് വാസ്കുലാർ ബാക്ടീരിയ. അതല്ലാതെ പിന്നെ നമ്മൾ പറയുന്ന വൈറസും വൈറോഡൊക്കെ അസെല്ലുലാർ ആണ്. അവർക്കൊരു സെല്ലുലാർ സ്ട്രക്ചർ ഒന്നുമില്ല. സെല്ലുലാർ സ്ട്രക്ചറോട് കൂടി ട്രൂ ന്യൂക്ലിയസോട് കൂടിയുള്ള ഓർഗാനിസം ഏതാ പഠിക്കുന്നത്? ഫംഗയാണ്. സോ ദേ ആർ യൂക്കാരിയോട്ടിക്. സ്പോർ ബിയറിംഗ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അസെക്ഷൽ സ്പോർ, സെക്ഷൽ സ്പോർ എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എക്ലോറോഫിലസ്, അവർക്ക് ക്ലോറോഫിൽ പിഗ്മെന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ദേ ആർ ഹെട്രോട്രോഫിക്. മറ്റവരെ ആശ്രയിച്ചിട്ട് വേണം ജീവിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെട്രോട്രോഫിക് ആയതുകൊണ്ട് അവര് ചിലര് പാരസൈറ്റ് ആവാം, ചിലര് പാത്തജൻ ആവാം, ചിലവരെന്താവാം? സാപ്രോഫൈറ്റ് ആവാം. സാപ്രോഫൈറ്റ് എന്താ? ഡെഡും ഡീക്കേഡും ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഫീഡ് ചെയ്യുന്നവരെ നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് വിളിക്കും. ലിവിങ് ഓർഗാനിസത്തിന് ഫീഡ് ചെയ്യുന്നവരെ പാരസൈറ്റ് എന്ന് വിളിക്കും. ഇതൊന്നും അല്ലാതെ അവർ സിംബയോട്ടിക് ആവാം, മ്യൂച്വൽ അസോസിയേഷൻ, ലൈക്കനൊക്കെ പോലെ. ഓക്കെ, അപ്പൊ എന്തായാലും എന്താണ്? അവർ ഹെട്രോട്രോഫിക് ആണ്. ട്രൂ ന്യൂക്ലിയസ് അല്ല, ക്ലോറോഫിൽ ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാം, അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാം. അസെക്ഷൽ ഫോം മാത്രം കണ്ടുപിടിച്ചവരെ നമ്മൾ അനാമോർഫിക് ഫംഗൈന്നോ പഴയ രീതിയിലാണെങ്കിൽ ഡ്യൂട്രോമൈക്കോട്ട എന്നൊക്കെ വിളിക്കാം. പിന്നെ യൂഷ്വലി ദേ ആർ ഫിലമെന്റസ് ഓർ ബ്രാഞ്ച്ഡ്. അവരുടെ ബോഡി എങ്ങനെയായിരിക്കും? യൂഷ്വലി ഫിലമെന്റസ് ആയിരിക്കും. ഇങ്ങനെ നൂല് പോലെ അല്ലെങ്കിൽ ട്യൂബ് പോലെയുള്ള കുറെ സ്ട്രക്ചേഴ്സ്, ഹൈഫ, മൈസീലിയ എന്നൊക്കെ പറയുന്ന പോലെ. ആ യൂഷ്വലി ഹൈലൈറ്റ് ചെയ്യുന്നതിന് കാരണം എന്താ? എല്ലാ ഫംഗയും മൾട്ടിസെല്ലാർ ആണോ? അല്ല. ചിലവര് ഹൈഫി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, പകരം അവർ യൂണിസെല്ലുലാർ ആയിരിക്കും. അതിന് നല്ല എക്സാമ്പിൾ ഏതായിരുന്നു? നമ്മുടെ ഈസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് യൂഷ്വലി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാതും അല്ല, യൂഷ്വലി. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ടിപ്പിക്കലി സറൗണ്ടഡ് ബൈ സെൽ വോൾ. ഓക്കെ, സെൽ വോൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ സെൽ വോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ഏതായിരിക്കും? കൈറ്റിൻ ആയിരിക്കും. പക്ഷെ എല്ലാവരും കൈറ്റിൻ ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, അവിടെ എക്സെപ്ഷൻ ഉണ്ട്. കൈറ്റിൻ ഓർ സെല്ലുലോസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഊമൈക്കോട്ട ഗ്രൂപ്പിൽ വരുന്ന ഊമൈസീഡ്സ്, പിത്യം, ഫൈറ്റോഫ്തോറ പോലുള്ള ഊമൈസീഡ്സിന്റെ സെൽ വോൾ ഏതായിരിക്കും?
സെല്ലുലോസിക് ആയിരിക്കും. അപ്പൊ ആ രണ്ട് റെഡ് ഹൈലൈറ്റ് ഒന്ന് ഓർത്തേക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോൾ കൺഫ്യൂസിങ് ആവാതിരിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ അതാണ് ഫംഗസിന്റെ ഡെഫിനിഷൻ. ഇനി ഫംഗസിന്റെ ബോഡി എങ്ങനെയാ നോക്കാം. ഫംഗസിന്റെ ബോഡിനെ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? താലസ് എന്ന് വിളിക്കാം. ഒരു പ്ലാന്റ് ബോഡി അതിന് പെർട്ടിക്കുലർലി സ്റ്റെമ്മോ റൂട്ടോ ലീഫോ ആയിട്ടൊന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണെങ്കിലാണ് നമ്മൾ അവരെ താലസ് എന്ന് വിളിക്കുന്നത്. ഫംഗസും അതേപോലെയാണ്. അവരുടെ ബോഡീനെ നമുക്ക് അങ്ങനെ റൂട്ട് ഷൂട്ട് അങ്ങനെ പാർട്ടായിട്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവർക്കൊരു പെർട്ടിക്കുലർ സർക്കുലേറ്ററിയോ വാസ്കുലർ സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ അതിനെന്ത് വിളിക്കാം? നമ്മുടെ ഫംഗൽ ബോഡീനെ താലസ് എന്ന് വിളിക്കാം. ഈ താലസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഫ മൈസീലിയം പോലെ ആവാം, അല്ലെങ്കിൽ ചില കേസസിൽ യൂണിസെല്ലുലാറും ആവാം. അപ്പൊ ഫസ്റ്റ് വൺ ഹൈഫ ഓർ മൈസീലിയം. ഇപ്പൊ എന്താണ് ഹൈഫെ? ഹൈഫ ഓർ ഹൈഫെ ട്യൂബ് പോലെ ഉണ്ടായിരിക്കും. അപ്പൊ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ട്യൂബ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ ഹൈഫ എന്ന് വിളിക്കും. ഈ ട്യൂബ് പോലുള്ള ഹൈഫ കുറെ കെട്ടിപ്പിണഞ്ഞ് ഒരു നൂലുണ്ടൊക്കെ പോലെ, ഒരു നൂല് ഹൈഫ ആണെങ്കിൽ കെട്ടിപ്പിണഞ്ഞുണ്ടാവുന്ന ഒരു നൂലുണ്ട് എന്തായിരിക്കും? അതിന്റെ മൈസീലി ആയിരിക്കും. ഓക്കെ, അപ്പൊ സിംഗിൾ ആണെങ്കിൽ ഹൈഫ അത് ഒരുപാട് ഇന്റർവൈൻ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് ഇന്റർ കണക്റ്റഡ് വെബൊക്കെ ആയിട്ട് ഒരു എട്ടുകാലി വല പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കാം? നമുക്ക് മൈസീലി എന്ന് വിളിക്കാം. എന്നാൽ എല്ലാ ആൾക്കാരും ഇതല്ല. ഞാൻ ആദ്യം പറഞ്ഞു ചിലർ യൂണിസെല്ലുലാർ ആണ്. അതിന്റെ എക്സാമ്പിൾ ഏതാണ്? ഈസ്റ്റ്, സക്കാരോമൈസസ് സെർവീസിയം. ഈസ്റ്റ് മാത്രമല്ല എന്ന് കാണിക്കാനാണ് ഞാൻ കൈട്രിഡ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. കൈട്രീഡിയോ മൈക്കോട്ട എന്നുള്ള ലോവർ ഫംഗയിൽ വരുന്ന കൈട്രിഡ്സ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന കുറച്ച് ഫംഗയ്ക്കും കൂടി യൂണിസെല്ലുലാർ നേച്ചർ ഉണ്ട്. സോ ഓൺലി ഈസ്റ്റ് ഇസ് എ സിംഗിൾ സെല്ലുലാർ മെമ്പർ ഇൻ കേസ് ഓഫ് ഫംഗ എന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൈട്രിഡ്സിന് യൂണിസെല്ലുലാർ നേച്ചർ ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തത് പ്ലാസ്മോഡിയം. എന്താ പ്ലാസ്മോഡിയം? നമ്മൾ ആദ്യം പഠിച്ച പ്രോട്ടോസോവ ഗ്രൂപ്പില്ലേ, അതിൽ വരുന്ന മെമ്പർ ആയിരുന്നു പ്ലാസ്മോഡൈഫോറ ബ്രാസിക്ക എന്ന് ഞാൻ പറഞ്ഞു. ക്രൂസിഫോർ മെമ്പറിനെയൊക്കെ ഇൻഫെക്ട് ചെയ്യുന്ന അവരുടെ ബോഡി ഹൈഫ മൈസീലിയം ഒന്നുമല്ല, അവർക്കൊരു പെർട്ടിക്കുലർ നേച്ചറാണ്. അതിന്റെ പേരെന്താണ്? പ്ലാസ്മോഡിയം. ആ പേരിൽ തന്നെ ഉണ്ട്, പ്ലാസ്മോഡൈഫോറ ബ്രാസിക്കന്റെ ബോഡി എന്താ? പ്ലാസ്മോഡിയം. അതെങ്ങനെയായിരിക്കും? നേക്കഡ് മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം. അതാണ് അതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ തന്നിട്ട് അതെന്താ ചോദിക്കുക കേട്ടോ. യുജിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ. എന്താണത്? അവർക്ക് സെൽ വോൾ ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് നേക്കഡ് എന്ന് വിളിക്കുന്നത്. മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസ് എല്ലാം ഒരൊറ്റ കോമൺ സൈറ്റോപ്ലാസം ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അവർക്ക് സെൽ വോൾ അല്ലെങ്കിൽ സെപ്റ്റേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ അവർ മൂവ് ചെയ്യുന്നതൊക്കെ അമീബ പോലെ. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആണ് അമീബ. അപ്പൊ അമീബേനെ പോലെ ആയിരിക്കും അവർ മൂവ് ചെയ്യുന്നതൊക്കെ. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. പ്ലാസ്മോഡൈഫോറ ബ്രാസിക്ക ആണെങ്കിൽ ഏതായിരിക്കും? പ്ലാസ്മോഡിയം. പ്രോട്ടോസോവ ആണെങ്കിൽ അതിന്റെ താലസ് എങ്ങനെയായിരിക്കും? പ്ലാസ്മോഡിയം. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ് പ്ലാസ്മോഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? സ്യൂഡോ പ്ലാസ്മോഡിയം. ജസ്റ്റ് പറയാം, അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ പ്ലാസ്മോഡിയം എന്നുള്ള പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാണ്. സ്യൂഡോ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ യന്ത്രൻ സിനിമ ആലോചിച്ചാൽ മതി. അതിൽ ഒരുപാട് ചിട്ടി റോബോ ഉണ്ടാവില്ലേ, അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു തോക്കായിട്ടും ബിൽഡിംഗ് ആയിട്ടൊക്കെ ആയിട്ട് മാറുന്നില്ലേ, അതേപോലെ ഡിഫറെന്റ് ഓർഗാനിസം ആയിരിക്കും. അതൊക്കെ ജസ്റ്റ് അഗ്രിഗേറ്റ് ചെയ്യും, കംപ്ലീറ്റ്ലി ഫ്യൂസ് ചെയ്യില്ല, ജസ്റ്റ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ആ സിംഗിൾ അഗ്രിഗേഷൻ ഒരു യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്യൂഡോ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ് സ്യൂഡോ മൈസീലിയം? ഇതൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. മേ ബി ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈസ്റ്റ് പ്രൊഡ്യൂസർ സ്യൂഡോ മൈസീലിയം എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നു, കറക്റ്റ് ആണോ ചോദിച്ചാൽ മേ ബി നിങ്ങൾ റോങ് എന്ന് എഴുതും. എന്തുകൊണ്ടാ? ഈസ്റ്റ് സിംഗിൾ സെല്ലാർ ഓർഗാനിസം ആണ്, മൈസീലിയം പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈസ്റ്റ് എന്താണ്? സിംഗിൾ സെല്ലാർ ആണ്. നോർമലി മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് വഴിയാ? ബഡ്ഡിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴിയാണ്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ല് ഉണ്ടാവും, അത് പിന്നെ സെപ്പറേറ്റ് ചെയ്യും, അങ്ങനെ ബഡ് ചെയ്യുന്നു. പക്ഷേ സം ഓഫ് ദ കേസസ് എന്ത് സംഭവിക്കും? ബഡ് ചെയ്തിട്ടുണ്ടാവുന്ന പുതിയ ഡോട്ടർ സെൽ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് പോവാതെ ഒന്നിന് പുറമെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ അതൊരു മൈസീലിയ പോലെ തോന്നും അല്ലെ? ഒരുപാട് ബഡ് ഇട്ട ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് കുഞ്ഞു സിംഗിൾ സെല്ലർ ഓർഗാനിസം ആണ്, പക്ഷെ കൂടി ചേർന്ന് നോക്കുമ്പോൾ നമുക്കൊരു മൈസീലിയം ഫീൽ കിട്ടും. അതിനെയാണ് നമ്മൾ സ്യൂഡോ മൈസീലിയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടേം ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊന്നും കൺഫ്യൂസിങ് ആവരുത്. ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ തന്നെയാണ് സ്യൂഡോ മൈസീലിയം. അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, എന്താണ് ഹൈഫ മൈസീലിയം? യൂണിസെല്ലാറിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? പ്ലാസ്മോഡൈഫോറന്റെ സൊമാറ്റിക് ഫേസ് ആണ് പ്ലാസ്മോഡിയം. എന്താണ് സ്യൂഡോ പ്ലാസ്മോഡിയം? സ്യൂഡോ മൈസീലിയവും ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഇനി എന്താണ് ഫംഗയിലെ സെപ്റ്റേഷൻ? ഫംഗ ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് കൂടുതൽ കേസസിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഹൈഫ ഉണ്ടാവും.
പിന്നെ ഹൈഫ കുറെ കൂടി ചേർന്നിട്ട് നമ്മുടെ മൈസീലിയം ഉണ്ടായിരിക്കും. അപ്പൊ ഈ കേസിൽ ഈ ഹൈഫ ചില ഇതിന്റെ കേസിൽ സെപ്റ്റ ഉണ്ടാവും. സെപ്റ്റ എന്ന് പറഞ്ഞാൽ ക്രോസ് വാൾ. നമ്മൾ സാധാരണ സെൽ ഡിവിഷൻ ഒക്കെ നടന്ന ഒരു സെല്ല് 2 സെല്ലായിട്ട് മാറില്ലേ? അപ്പൊ ആ 2 സെല്ലായിട്ട് മാറണമെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്റ്റ ഫോം ചെയ്യും. അതേപോലെ അങ്ങനെയുള്ളവരെയാണ് സെപ്റ്റേറ്റ് മൈസീലിയം എന്ന് വിളിക്കുക. പക്ഷെ ചില ഗ്രൂപ്പിൽ എന്തുണ്ടാവില്ല, ഈ സെപ്റ്റ ഉണ്ടാവില്ല. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും, ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതിന് കോമൺ ആയിട്ട് ഒരു സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. അല്ലാതെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഡിഫറെന്റ് സെൽസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനാണ് അസെപ്റ്റേറ്റ് ഫംഗൈ എന്ന് പറയുന്നത്. ഈ അസെപ്റ്റേറ്റ് കണ്ടീഷന് മറ്റൊരു പേരാണ് സീനോസൈറ്റിക്. ആ പേരൊന്ന് ഓർത്ത് വെക്കണം. എപ്പോഴും അസെപ്റ്റേറ്റ് സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കേൾക്കുമ്പോൾ തന്നെ സെപ്റ്റ് ഉള്ളത് സെപ്റ്റേറ്റ്, സെപ്റ്റ് ഇല്ലാത്തത് അസെപ്റ്റേറ്റ്, അതിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ സീനോസൈറ്റിക് എന്നുള്ള വേർഡ് ഓർമ്മ പോയവർക്ക് പറയാം, സീനോസൈറ്റിക് എന്താണ്, വിത്തൗട്ട് സെപ്റ്റ, അസെപ്റ്റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോർമലി സെപ്റ്റേറ്റ് മൈസീലിയ ആർക്കാ ഉണ്ടാവുക, ഹയർ ഫംഗയാണ്. ഇവിടെയാണ് നമ്മൾ ഹയർ ലോവർ എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഹയർ ഫംഗയിൽ ആരൊക്കെയുള്ളത്, ആസ്കോമൈക്കോട്ട, ബസീഡിയോമൈക്കോട്ട, പിന്നെ നമ്മുടെ അനാമോർഫിക് ആയിട്ടുള്ള ഫംഗൈ അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്രോമൈക്കോട്ട. ഇത്രയും മെമ്പേഴ്സിന് ഏതാ ഉള്ളത്, സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഫംഗയാണ്. ബാക്കി ലോവർ ഗ്രൂപ്പ് സൈഗോ, കൈട്രീഡിയോ പോലുള്ള ട്രൂ ആയിട്ടുള്ള ലോവർ ഗ്രൂപ്പ് ഫംഗയ്ക്കും ഊമൈക്കോട്ട പോലുള്ളവർക്കൊക്കെ എന്താണുള്ളത്, അസെപ്റ്റേറ്റ് ആണ്. അപ്പൊ ഒക്കെ ലോവർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഓർത്തേക്കുക കേട്ടോ, ലോവർ ഫംഗൈ, ഹയർ ഫംഗൈ. ഇനി ഇവരുടെ സെപ്റ്റേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ അത്രയ്ക്കൊന്നും ഓർത്ത് വെക്കേണ്ടത്, അതിപ്പോ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സാധാരണ രീതിയിൽ സെൽ ഡിവിഷനോട് ചേർന്ന്, ന്യൂക്ലിയർ ഡിവിഷനോട് ചേർന്നിട്ടുണ്ടാവുന്ന സെപ്റ്റ, അങ്ങനെയാണല്ലോ സാധാരണ സെപ്റ്റ വേണ്ടത്. ഒരു സെല്ല് ഉണ്ടാവും, ആ സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സെപ്റ്റ ഫോം ചെയ്യാം. അങ്ങനെ ഫോം ചെയ്യുന്ന സെപ്റ്റേനെ നമ്മൾ പ്രൈമറി സെപ്റ്റ എന്ന് വിളിക്കും. അതല്ലാതെ ഒരു ഹൈഫേന്റെ ഒരു പോർഷൻ കേടുവന്നു പോയി, അല്ലെങ്കിൽ ഡെഡ് ആയി പോയി, അങ്ങനെയുള്ള സമയത്ത് ഡെഡായ പോർഷനെ ലിവിങ് പോർഷൻ സെപ്പറേറ്റ് ചെയ്യാൻ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് സെപ്റ്റേനെ സെക്കൻഡറി സെപ്റ്റ എന്നും പറയും. ജസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ ഇനി ഓർത്ത് വെക്കേണ്ടത് ഒരു ടൈപ്പ് ഓഫ് കോംപ്ലക്സ് സെപ്റ്റ ഉണ്ട്. ആ കോംപ്ലക്സ് സെപ്റ്റേനെ വിളിക്കുന്ന പേര് ഡോളിപ്പോർ സെപ്റ്റ എന്നാണ്. ഓക്കെ, സാധാരണ ഒരു സെപ്റ്റ എങ്ങനെയായിരിക്കും, ഒരു ക്രോസ് വാൾ ഉണ്ടാവും, അതിന് നടുക്കൊരു ചെറിയ പോർ ഉണ്ടാവും, ഒരു ഓപ്പണിങ്, നോർമൽ ആയിട്ടുള്ള അയൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഡോളിപ്പോർ സെപ്റ്റേന്റെ കേസിൽ ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള, ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, സെപ്റ്റേന്റെ നടുക്ക് ഹോളിന് ചുറ്റുമായിട്ട് ബാരൽ ഷേപ്ഡിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡോളിപ്പോർ സെപ്റ്റ. അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക, കോംപ്ലക്സ് സെപ്റ്റ ആണ് ഡോളിപ്പോർ സെപ്റ്റ. ഈ ഡോളിപ്പോർ സെപ്റ്റ ഏത് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്, ബസീഡിയോമൈക്കോട്ടന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അത് മാത്രം ഓർത്താൽ മതി. എന്താണ് സെപ്റ്റേറ്റ് ഫംഗൈ, എന്താണ് അസെപ്റ്റേറ്റ്. ഹയർ ആണ് സെപ്റ്റേറ്റ്, ലോവർ ഫംഗൈ ആണ് അസെപ്റ്റേറ്റ്. ആ പോയിന്റ് ഓർത്ത് കഴിഞ്ഞതിന് ശേഷം ഓർക്കേണ്ട പോയിന്റ്, ഒരു ടൈപ്പ് ഓഫ് കോംപ്ലക്സ് സെപ്റ്റയും ഫംഗൈ പ്രൊഡ്യൂസ് ചെയ്യും. ആ കോംപ്ലക്സ് സെപ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഡോളിപ്പോർ സെപ്റ്റ. അതെന്താന്ന് നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അങ്ങനെയൊന്നും നമുക്കൊരു ഡെഫിനേഷൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് ഏത് ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് മേ ബി ചോദിക്കാം. ആ ഗ്രൂപ്പ് ബസീഡിയോമൈക്കോട്ടയാണ്. ആ ഒരു പോയിന്റ് മാത്രം ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ സെപ്റ്റേഷൻ പറഞ്ഞു, അതിന്റെ പാലസ് പറഞ്ഞു. ഇനി ഫംഗലിന്റെ മൈസീലിയ ഒരുപാട് മോഡിഫൈ ചെയ്തിട്ട് പല സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. നോർമലി ഇങ്ങനെ ട്യൂബ് പോലെ ഹൈഫ പോകുന്നതല്ലാതെ അവരവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തത് റൈസോയിഡ്. ഓക്കെ, റൈസോയിഡ്, ആ പേരുണ്ട്, റൈസോ മീൻസ് റൂട്ട് അല്ലേ. അപ്പൊ റൈസോയിഡ് മീൻസ് റൂട്ട് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇത് ബ്രെഡ് മോൾഡ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് റൈസോപ്പസ് നൈഗർ അല്ലെ. ബ്രെഡ് കുറച്ചു നേരം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് വെച്ച ഒരു പൂപ്പൽ ഉണ്ടാവും. ആ പൂപ്പലിൽ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം ആണ് റൈസോപ്പസ്. അപ്പൊ റൈസോപ്പസ് ഒക്കെ ഇതേപോലെ ഇവിടെ കാണുന്നില്ലേ, റൂട്ട് പോലുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ റൈസോയിഡ് എന്ന് വിളിക്കുന്നത്. അവർക്ക് എന്തിനായിരിക്കും റൂട്ട് പോലുള്ള സ്ട്രക്ചർ, സാധാരണ എന്തിനായിരിക്കും റൂട്ട്, വാട്ടറും മിനറലും ഒക്കെ സബ്സ്ട്രേറ്റ് നിന്ന് അബ്സോർബ് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ പറ്റി പിടിച്ചു നിൽക്കാൻ, ഹോൾഡ് ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ 2 പർപ്പസ് ആട്ടോ അതിനുള്ളത്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ സൈഗോമൈക്കോട്ടയില് റൈസോപ്പസ്, അത് തന്നെയാണ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. മറ്റൊന്ന് റൈസോമൈസീലിയം. ഇപ്പൊ മൈസീലിയം, നേരത്തെ സ്യൂഡോമൈസീലിയം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് റൈസോമൈസീലിയം. സംഭവം റൈസോയിഡ് ആയിരിക്കും, പക്ഷെ ഈ റൈസോയിഡ് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വലുതായിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തുപോലെ തോന്നും, മൈസീലിയം പോലെ തോന്നും. അതിനെയാണ് റൈസോമൈസീലിയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം, ഒന്നും കാണപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ ചില കൈട്രീഡിയോ മൈസീറ്റ്സ് ആണ് എക്സാമ്പിൾ. റൈസോപ്പസിൽ റൈസോയിഡ് ഉണ്ടെന്നെങ്കിലും ഓർത്ത് വയ്ക്കുക. പിന്നെ മൂന്നാമത്തത് റൈസോമോർഫ്. ഇപ്പൊ 3 റൈസോ ടീംസ് ആണുള്ളത്, റൈസോയിഡ്, റൈസോമൈസീലിയം, റൈസോമോർഫ്. എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. റൈസോമോർഫ് ഉണ്ടാക്കുന്ന
ആളാരാന്ന് ചോദിക്കാം. ഏത് പാത്തജൻ ആണ് റൈസോമോർഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആർമില്ലേറിയ എന്നുള്ള ഒരു ഫംഗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ സ്ട്രക്ചർ ആണ് ആക്ച്വലി റൈസോമോർഫ്. ആർമില്ലേറിയ ഒരു വുഡ് റോട്ടിംഗ് ഫംഗസ് ആണ്, അതായത് നമ്മുടെ തടികളിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. അപ്പൊ ഇത് എന്താണെന്നൊന്നും പഠിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റൈസോമോർഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് ചോദിക്കാം. ആർമില്ലേറിയാണ്. അവർ എന്തിനൊക്കെ അത് യൂസ് ചെയ്യും? ഒന്ന് അതിന്റെ സർവൈവൽ സ്ട്രക്ചർ ആയിട്ട് യൂസ് ചെയ്യും. അത് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ മൈസീലിയൊക്കെ ആയിരിക്കും ചില കണ്ടീഷനിൽ സർവൈവ് ചെയ്യുക. അപ്പൊ ആർമില്ലേറിയന്റെ കേസിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കും, അതേപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും സഹായിക്കും. ഓക്കെ, അത് റൈസോമോർഫ് യൂസ് ചെയ്തിട്ടാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് മൂന്നും തമ്മിൽ എന്താണ് എന്നൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, എക്സാമ്പിളും ഓർത്ത് വയ്ക്കുക. നാലാമത്തത് അപ്രസോറിയം. അപ്രസോറിയം എന്താ? അപ്പൊ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതൊരു ഫംഗലും ഇൻഫെക്ട് ചെയ്യണത് എന്ത് വഴിയായിരിക്കും? സ്പോർ വഴിയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സ്പോർ നമ്മുടെ പ്ലാന്റിന്റെ മുകളിൽ വന്ന് വീണു. അപ്പൊ ആദ്യം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാ? ജെർം ട്യൂബ്. അതാണ് ജെർമിനേറ്റ്. നമ്മളൊരു വിത്ത് മുളയ്ക്കുന്നത് പോലെ സ്പോർ മുളച്ചു, ആദ്യം അതിന്റെ ജെർം ട്യൂബ് പുറത്തു വന്നു. എന്നിട്ട് ഈ ജെർം ട്യൂബ് ഒരു ബൾബിൽ പോലെയുള്ള ഒരു സ്വെല്ലിങ്, ഓക്കെ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീർത്ത ഒരു സ്വെല്ലിങ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്വെല്ലിങ്ങിനെ വിളിക്കുന്ന പേരാണ് അപ്രസോറിയം. ഓർത്തേക്ക് കേട്ടോ, അപ്രസോറിയം. ഈ അപ്രസോറിയം എന്തിനാണ്? ആക്ച്വലി നമ്മുടെ ഹോസ്റ്റിന്റെ മുകളിൽ അതിന് പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടു അറ്റാച്ച് ഓൺ ടു ദ ഹോസ്റ്റ് സർഫസ്. അതിനാണ് നമ്മൾ അപ്രസോറിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അപ്രസോറിയത്തിൽ നിന്ന് ഉള്ളിലേക്ക്, ഹോസ്റ്റിന് ഉള്ളിലേക്ക് കയറിയാലല്ലേ അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഇൻഫെക്ഷൻ പെഗ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഉള്ളിലെല്ലാം പടർന്ന് പന്തലിച്ച് പോകും. പക്ഷെ ഉള്ളിൽ കയറിയിട്ട് മാത്രമായോ? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യണ്ടേ? അതിന് ന്യൂട്രിയന്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റോറിയം. അപ്പോൾ ഹോസ്റ്റോറിയം സെല്ലിന്റെ ഉള്ളിലേക്ക് കടക്കും. അവർ ഓൾറെഡി ഹോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ്, അതോ വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, അത് അബ്സോർബ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തേക്കേണ്ട എന്താണ് അപ്രസോറിയം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, എന്താണ് ഹോസ്റ്റോറിയം എന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഹോസ്റ്റോറിയാണ് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. യൂഷ്വലി ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള പാരസൈറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഈ ഹോസ്റ്റോറിയം. ഒബ്ലിഗേറ്റ് അല്ലെങ്കിൽ വേറെയും വഴികളുണ്ട്. ഇപ്പൊ ഒരു സാപ്രോഫൈറ്റ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഡെഡ് ഓർ ഡിക്കേഡ് നിന്ന് അവർക്ക് അബ്സോർബ് ചെയ്യാം, അതിന് പർട്ടിക്കുലർ സ്ട്രക്ചേഴ്സിന് ആവശ്യമില്ല. പക്ഷെ ഒരു ലിവിങ് ഹോസ്റ്റിന്റെ ഉള്ളിൽ കയറി അതിന്റെ സെല്ലിന്റെ ഉള്ളിൽ അവരുണ്ടാക്കിയിരിക്കുന്നത് മോഷ്ടിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഹോസ്റ്റോറിയം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഹോസ്റ്റോറിയം. പിന്നെ ഹൈഫോപോഡിയം, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറയില്ല, ഒരു മൈസീൽ മോഡിഫിക്കേഷൻ ആണ്. എന്തായിരിക്കും? നമ്മൾ സാധാരണ ഒരു ജേം ട്യൂബിന്റെ ടിപ്പ് എന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെല്ലിങ്ങിനെ നമ്മൾ അപ്രസോറിയം എന്നല്ലേ വിളിക്കുക. ഒരു സ്പോർ വീഴുന്നു, അത് ജെർമിനേറ്റ് ചെയ്യുന്നു, ജേം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ ടിപ്പിൽ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അപ്രസോറിയം പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു നോർമൽ ഹൈഫേന്റെ ടിപ്പിന്ന് ഒരു സ്വെല്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു അപ്രസോറിയം ലൈക്ക് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്ത അതിനെന്ത് വിളിക്കാം? ഹൈഫോപോഡിയം എന്ന് വിളിക്കാം. പറയുമ്പോൾ തന്നെ അത് അത്ര കിട്ടുന്നില്ലല്ലോ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് യു ഹാവ് ടു നോ എന്താണ് അപ്രസോറിയം എന്ന് അറിയണം, എന്താണ് ഹോസ്റ്റോറിയം എന്ന് അറിയണം. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഒക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക, അത്ര ഓർത്തേക്ക്. ഇനി മറ്റൊന്ന് സ്ക്ലീറോഷ്യ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ക്ലീറോഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓർത്തേക്കണം. ക്ലാവിസെപ്സ്, സ്ക്ലീറോഷ്യൻ റോൾസി, റൈസെക്ടോണിയ. റൈസെക്ടോണിയ സ്ക്ലീറോഷ്യ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ സർവൈവൽ സ്ട്രക്ചർ ആയിട്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈസെക്ടോണിയ, സ്ക്ലീറോഷ്യം പോലുള്ളവ. പിന്നെ ക്ലാവിസെപ്സ്, അവരും സ്ക്ലീറോഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ എന്താണ് സ്ക്ലീറോഷ്യ? ആക്ച്വലി സ്ക്ലീറോഷ്യ വളരെ ഹാർഡ് അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് സ്ക്ലീറോഷ്യ. വളരെ ഹാർഡ് ആയിരിക്കും, റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഈ കടുകുമണി പോലെ കാണും. ഇപ്പോൾ റൈസിന്റെ ഒക്കെ കേസിൽ ഷീത്ത് ബ്ലൈറ്റ് ഒരു ഇമ്പോർട്ടന്റ് രോഗമാണ്. ഉണ്ടാക്കുന്നത് ആരാ? റൈസെക്ടോണിയ സൊളാനി. അപ്പൊ ആ റൈസിന്റെ താഴെ നമ്മൾ വെള്ളത്തിലായിട്ട് നമുക്ക് കടുകുമണി പോലെ ഒരു ഒന്നെങ്കിൽ വൈറ്റ് കളേർഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളേർഡ് എല്ലാം കടുകുമണി പോലെയുള്ള മസ്റ്റാർഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന പോലെ അതാണ് അതിന്റെ സ്ക്ലീറോഷ്യ. റൈസെക്ടോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഓർക്കുക. മറ്റൊന്ന് സ്ട്രോമ. സ്ട്രോമ എന്ന് പറയുകയാണെങ്കിൽ അതും ഇതേപോലെ നമ്മുടെ മൈസീൽ ഉണ്ടാവില്ലേ, മൈസീൽ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത് ഒന്നൊന്നിന്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഒരു ബെഡ് പോലെ സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് സ്ട്രോമ എന്ന് വിളിക്കുക. ഈ സ്ട്രോമേന്റെ മുകളിലായിരിക്കും അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ കണ്ടില്ലേ, മൈസീൽ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ കട്ടിയായിട്ട് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ബെഡ് പോലെ സ്ട്രക്ചർ ഉണ്ടാക്കും. അതിന്റെ മുകളിൽ കൂടെ എന്ത് ഫോം ചെയ്യും? അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതാണ് സ്ട്രോമ. നമ്മുടെ കോഡൈസെപ്സ് ആയാലും ക്ലാവിസെപ്സ് ആയാലും അതൊക്കെ ഉണ്ടാക്കും. എന്താണെന്നെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. ലാസ്റ്റ് വൺ ട്രാപ്പ് അല്ലെങ്കിൽ സ്നെയർ. അതിന് എക്സാമ്പിൾ ആണ് സൂപ്പാഗേൽ. ഈ സൂപ്പാഗേൽ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം നമ്മുടെ ഫംഗസിൽ കൂടുതലും പ്ലാന്റ്സിനെയൊക്കെ ഊറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചിലവർ എന്ത് ചെയ്യും?
മറ്റ് ചെറിയ അവരെക്കാളിലും ചെറിയ ഓർഗാനിസത്തിനെ പ്രിഡേറ്റ് ചെയ്ത് ജീവിക്കും. ചെറിയ നെമറ്റോഡ്സിനെ, സ്മോൾ വേറെ ഫംഗൈനൊക്കെ ഫീഡ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് സൂപ്പാഗേൽ. പ്രിഡേറ്റിംഗ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് സൂപ്പാഗേൽ. അപ്പൊ അവര് ഈ ഓർഗാനിസത്തിനൊക്കെ പ്രിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന പർട്ടിക്കുലർ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ട്രാപ്പ് അല്ലെങ്കിൽ സ്നെയർ. ഓക്കെ, അതിൽ ഓർത്തോക്കേണ്ട ഇമ്പോർട്ടന്റ് ആരൊക്കെയാ? റൈസോയുടെ എക്സാമ്പിൾ റൈസോമൈസീലിയം എന്താണെന്ന് അറിയണം. പിന്നെ റൈസോമോർഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാന്ന് അറിയണം. എന്താണെന്ന് ജസ്റ്റ് ഓർത്തേക്ക് കേട്ടോ. അപ്രസോറിയം കമ്പൽസറി യു ഹാവ് ടു നോ. ഹോസ്റ്റോറി എന്താണെന്ന് അറിയണം. അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് അറിയണം. സ്ക്ലീറോഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ഓർഗാനിസം ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയണം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. എല്ലാം ഒന്നും ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. PSC അത് ഒരിക്കലും ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് യെസ് ഓർ നോ കുത്താനെങ്കിലും. അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. കുറെ നേരമല്ലേ പറയുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ, ഓൾ ഫംഗൈ പൊസസ് കൈറ്റിനസ് സെൽ വാൾ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഹയർ ഫംഗൈ ആർ സീനോസൈറ്റിക് ഇൻ നേച്ചർ. ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? എല്ലാ ഫംഗൈന്റെയും സെൽ വാൾ എന്തായിരിക്കും? കൈറ്റിനസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തത്, ഹയർ ഫംഗൈ സീനോസൈറ്റിക് ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? 1 ആണോ, 2 ആണോ, ബോത്ത് ആണോ, നൺ ആണോ? ഏത് സ്റ്റേറ്റ്മെന്റാ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണോ, അതോ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ? റെസ്പോണ്ട് ചെയ്യൂ. അപ്പൊ എന്താണ്? ഓൾ ഫംഗൈ പൊസസ് കൈറ്റിനസ് സെൽ വാൾ. തെറ്റല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില മെമ്പേഴ്സ്, അതായത് ഊമൈക്കോട്ട ഗ്രൂപ്പിന്റെ സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് വൺ, ഹയർ ഫംഗൈ ആണ് സീനോസൈറ്റിക്. അല്ലല്ലോ, ഹയർ ഫംഗൈക്ക് സെപ്റ്റേഷൻ ഉണ്ട്. ലോവർ ഫംഗൈ ആണ് സീനോസൈറ്റിക്. അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. ലോവർ ഫംഗൈക്ക് ആയിരിക്കും സെപ്റ്റേഷൻ ഇല്ലാത്തത്. സെപ്റ്റേറ്റ് ഇല്ലാത്ത ഫംഗൈനെയാണ് സീനോസൈറ്റിക് എന്ന് വിളിക്കുന്നത്. ഹയർ ഫംഗൈ ലൈക്ക് ആസ്കോ, ബസീഡിയോ, ഡ്യൂട്രോ അവർക്കൊക്കെ സെപ്റ്റേഷൻ ഉണ്ടായിരിക്കും. 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി അടുത്തത്, mycelial modification possessed by the parasitic fungi to obtain nutrients and moisture. ന്യൂട്രിയൻസും മോയ്സ്ചറും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന പാരസൈറ്റിക് ഫംഗൈ പ്രോസസ് ചെയ്യുന്ന മൈസീലിയൽ മോഡിഫിക്കേഷന്റെ പേരെന്താണ്? അബ്രസോറിയം, ഹോസ്റ്റോറിയ, സ്ക്ലീറോഷ്യ, സ്ട്രോമ. ഏതാ? വേഗം പറയൂ, ടൈമില്ല. ഏതായിരിക്കും ന്യൂട്രിയന്റ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്? ഹോസ്റ്റോറിയ. അപ്പൊ അപ്രസോറിയ എന്തായിരിക്കും? അപ്രസോറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജേം ട്യൂബിന്റെ ടിപ്പിൽ കാണുന്ന ഒരു ബൾബസ് സ്വെല്ലിംഗ് ആണ് ഇൻ ഓർഡർ ടു അറ്റാച്ച് ഓൺ ടു ദ ഹോസ്റ്റ് സർഫസ്. ഹോസ്റ്റോറിയ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള സ്ട്രക്ചർ ആണ്. സ്ക്ലീറോഷ്യ സർവൈവ് ചെയ്യാനും ഡിസീസിനെ സ്പ്രെഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൈസീലിയൽ അഗ്രിഗേഷൻ. ഹാർഡ് ആയിട്ടുള്ള, റെസിസ്റ്റന്റ് ആയിട്ടുള്ള, മസ്റ്റാർഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് സ്ക്ലീറോഷ്യ. ഓക്കെ, അപ്പൊ വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് പ്രൊഡ്യൂസസ് സ്ക്ലീറോഷ്യ? സ്ക്ലീറോഷ്യ എന്താന്ന് ഞാൻ പറഞ്ഞു. അത് ഏതാണ് ഉണ്ടാക്കുന്നത്? റൈസക്ടോണിയ, ക്ലാവിസെപ്സ്, സ്ക്ലീറോഷ്യം, ഓൾ ഓഫ് ദി അബോവ്. ഈ 3 ഗ്രൂപ്പ് എന്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്ക്ലീറോഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. റൈസക്ടോണിയ മാത്രമല്ല, സ്ക്ലീറോഷ്യം, റോൾസി, ക്ലാവിസെപ്സ്, പർപ്യൂരിയ ഇവരൊക്കെ സ്ക്ലീറോഷ്യം എന്നുള്ള സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് റീപ്രൊഡക്ഷനിലേക്ക് കടക്കാം. അപ്പൊ ഫംഗൈന്റെ റീപ്രൊഡക്ഷൻ പല രീതിയിലുണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എസെക്ഷൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ വളരെ ഈസിയാണ്. നോർമലായിട്ട് ഒരു മൈസീലിയ ഉണ്ടാവും. നിങ്ങൾ ആ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മൈസീലിയ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹൈഫ് ഉണ്ടാവും. ഈ ഹൈഫ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് കുറേ സെൽസ് ആയിട്ട് മാറും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സെൽസ് അല്ലെങ്കിൽ ഓരോ ഫ്രാഗ്മെന്റും ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഓരോ ഹൈഫായിട്ട് മാറും. ഓക്കെ, അപ്പൊ വളരെ ഈസിയാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ ഫ്രാഗ്മെന്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറിനെ, ഇപ്പൊ നമ്മളത് മുറിഞ്ഞ് ഒരുപാട് സ്പോർ ആയില്ലേ, അതിൽ ഓരോ സ്പോർ അല്ലെങ്കിൽ ഓരോ ഫ്രാഗ്മെന്റ് നമുക്ക് എന്ത് വിളിക്കാം? ആർത്രോസ്പോർ എന്ന് വിളിക്കാം. അപ്പൊ ഓർത്ത് വെക്കണം, എന്താണ് ഫ്രാഗ്മെന്റേഷൻ? ഫ്രാഗ്മെന്റേഷൻ വഴി ഉണ്ടാകുന്ന സ്പോറിനെ എന്ത് വിളിക്കാം? ആർത്രോസ്പോർ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഒയിഡിയം, പൗഡറി മിൽഡ്യൂ എല്ലാം കോസ് ചെയ്യുന്ന ഫംഗയാണ് ഒയിഡിയം. രണ്ടാമത്തത് ഫിഷൻ. നമ്മൾ സാധാരണ ബാക്ടീരിയയിലെ ബൈനറി ഫിഷൻ അറിയുന്നുണ്ടാവും. അതന്നെ സെയിം പ്രിൻസിപ്പിൾ. ഫസ്റ്റ് എന്തുണ്ടാവും? നമ്മുടെ ന്യൂക്ലിയസ് ആണ് ഡെവലപ്പ് ചെയ്ത് ലാർജർ സൈസ് ആവും. ഫൈനലി അത് 2 ന്യൂക്ലിയസ് ആവും. സൈറ്റോപ്ലാസത്തിന്റെ എമൗണ്ട് കൂടും. ഫൈനലി 2 സെല്ലായിട്ട് മാറും. നോർമൽ ഫിഷൻ. അത് ഫംഗസും ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഓർത്ത് വയ്ക്കുക, ബാക്ടീരിയ മാത്രമല്ല. അതിന് എക്സാമ്പിൾ ആണ് ഷിസോസക്കാരോമൈസിസ് സെർവീസിയെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, എന്താണ് ഫിഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബട്ട് അത് ബാക്ടീരിയന്റെ മാത്രം പ്രോപ്പർട്ടി അല്ല, ഫംഗസും ഉണ്ട്. എക്സാമ്പിൾ ഷിസോസക്കാരോമൈസിസ് സെർവീസിയെ. മൂന്നാമത്തത് ബഡ്ഡിങ്. നേരത്തെ പറഞ്ഞു ഈസ്റ്റിന്റെ കേസിൽ. ഈസ്റ്റിന്റെ സയന്റിഫിക് നെയിം എന്താ? സക്കാരോമൈസിസ് സെർവീസിയെ. അപ്പൊ അവരെങ്ങനെയാണ്? ബഡ്ഡിങ് വഴിയാണ്
റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബഡ്ഡിങ് വളരെ ഈസി പ്രോസസ്സാണ്. നോർമലി ഒരു സിംഗിൾ സെല്ലർ ഓർഗാനിസം ആയിരിക്കും. അതിന്റെ ടിപ്പിൽ ഒരു ഔട്ട് ഗ്രോത്ത് ഫോം ചെയ്യും. അതാണ് നമ്മുടെ ബഡ്. നമ്മുടെ നോർമൽ ന്യൂക്ലിയസ് അപ്പിക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഡോട്ടർ ന്യൂക്ലിയനെ ഈ ബഡിലേക്ക് കൊടുക്കും, കുറച്ച് സൈറ്റോപ്ലാസത്തിനെ കൊടുക്കും. അപ്പൊ എന്തായി, ആ ഒരു പെർട്ടിക്കുലർ സെല്ലാവാനുള്ള എല്ലാ യോഗ്യതയായി അല്ലെ. കുറച്ച് സൈറ്റോപ്ലാസം ഉണ്ട്, ഉള്ളിൽ ഒരു ന്യൂക്ലിയസും ഉണ്ട്, പിന്നെ ആ ഭാഗത്തൊരു കട്ട് സംഭവിക്കും. അങ്ങനെ 2 സെല്ലായിട്ട് മാറും. അതാണ് നോർമൽ ബഡ്ഡിങ്. ഈസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ബഡ്ഡിങ് കഴിഞ്ഞിട്ട് സെല്ല് സെപ്പറേറ്റ് ആവാതെ ഒരുമിച്ച് നിന്നാൽ നമുക്കത് സ്യൂഡോമൈസീലിയം പോലെ തോന്നിക്കും. ഓക്കെ, അപ്പൊ അത് 3 കഴിഞ്ഞു. ഫൈനലി നമ്മുടെ സ്പോറുലേഷൻ, അതാണ് ഇമ്പോർട്ടന്റ്. മോസ്റ്റ് ഓഫ് ദ ഫംഗി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വഴിയാണ്? സ്പോർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ എന്താണ് സ്പോർ? സ്പോർ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രൊപ്പഗേറ്റിംഗ് യൂണിറ്റ് ആണ്. നമ്മൾ ഒരു വിത്ത് ഒക്കെ പോലെ, പ്ലാന്റ്സിന് എങ്ങനെയാണോ വിത്ത്, അതേപോലെയാണ് ഫംഗസിനും ബാക്ടീരിയക്കും ഒക്കെ അതിന്റെ സ്പോർ. ഓക്കെ, അപ്പൊ സ്പോറുലേഷൻ ഫംഗസിന്റെ കേസിൽ ഇവിടെ കുറെ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ ആണ് സ്പോറുലേഷൻ. കാരണം സെക്ഷൽ സ്പോർ ഉണ്ട്, അസെക്ഷൽ സ്പോർ ഉണ്ട്. അസെക്ഷൽ തന്നെ ലോവർ ഫംഗി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ ഉണ്ട്, ഹയർ ഫംഗി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ ഉണ്ട്. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ എന്താണ് സ്പോറുലേഷൻ? 2 ടൈപ്പാണ് പ്രധാനമായിട്ട് നമുക്ക് സ്പോറുലേഷനിൽ പറയുന്നത്. ഒന്ന് സ്പൊറാൻജിയോസ്പോർ, മറ്റൊന്ന് കൊനീഡിയോസ്പോർ. ഓക്കെ, എന്താണ് സ്പൊറാൻജിയോസ്പോർ, കൊനീഡിയോസ്പോർ? സ്പൊറാൻജിയോസ്പോർ എന്നുള്ള പേര് വരെ എന്താ കാരണം? ആ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പൊറാൻജിയം എന്നുള്ള ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പൊറാൻജിയോസ്പോർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് സ്ട്രക്ചർ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാധാരണ പോകുന്ന ഒരു ഹൈഫയാണ് ഇത്, കാണുന്നില്ല, ഒരു ഹൈഫ. ഈ ഹൈഫയെന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി റീപ്രൊഡ്യൂസ് ചെയ്യണം, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യണം, എന്നാലേ അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി അതെന്ത് ചെയ്യും? അതൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഹൈഫ പ്രൊഡ്യൂസ് ചെയ്യും. സാധാരണ ഹൈഫ പോലെയല്ല, ഒരു പെർട്ടിക്കുലർ ഹൈഫ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈഫനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പൊറാൻജിയോഫോർ എന്ന് വിളിക്കാം. PHORE, സ്പൊറാൻജിയോഫോർ. സ്പൊറാൻജിയോഫോറിന്റെ ടിപ്പില് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ഒരു സഞ്ചി പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പൊറാൻജിയം. ഈ സഞ്ചിക്കകത്താണ് നമ്മുടെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് സ്പൊറാൻജിയോസ്പോർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ സാധാരണ പോകുന്ന ഹൈഫമൈസീലിയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഹൈഫ, അതിനെ സ്പൊറാൻജിയോഫോർ എന്ന് വിളിക്കും. PHORE, 4. ടിപ്പിലൊരു സഞ്ചി പോലുള്ള സ്ട്രക്ചർ, സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേര് സ്പൊറാൻജിയം. അതിനുള്ളിലാണ് നമ്മുടെ സ്പോർ ഉള്ളത്. അതാണ് സ്പൊറാൻജിയോസ്പോർ. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ സ്പൊറാൻജിയോസ്പോർ തന്നെ 2 രീതിയിൽ ഉണ്ടാവും. ചില ആൾക്ക് ഫ്ലജല്ല ഉണ്ടാവും, ചിലവർക്ക് ഫ്ലജല്ല ഉണ്ടാവില്ല. ഫ്ലജല്ല ഉള്ളവരുടെ പെർട്ടിക്കുലർ ക്യാരക്ടർ എന്തായിരിക്കും? അവർക്ക് സ്വിം ചെയ്യാൻ പറ്റും അല്ലെ, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, അവർ മോട്ടൈൽ ആയിരിക്കും. അങ്ങനെയുള്ള ഫ്ലജലുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പോറിനെ സൂസ്പോർ എന്ന് വിളിക്കും. അത് വേറൊരു പേരാണ് പ്ലാനോസ്പോർ. സൂസ്പോർ ഓർ പ്ലാനോസ്പോർ. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്നവരെ പ്ലാനോസ്പോർ എന്ന് വിളിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റാത്തവരെ എന്താ വിളിക്കുക? എപ്ലാനോസ്പോർ. ഓക്കെ, അപ്പൊ എപ്ലാനോസ്പോറിന് എന്താ? ഫ്ലജൽ ഉണ്ടായിരിക്കില്ല, അവർക്ക് സ്വിം ചെയ്യാൻ പറ്റില്ല, അതേ ഉള്ളൂ. അപ്പൊ സ്പൊറാൻജിയോസ്പോറിന് 2 രീതിയിലുണ്ട്, സൂസ്പോർ ഓർ പ്ലാനോസ്പോർ, മറ്റത് എപ്ലാനോസ്പോർ. എന്റെ എക്സാമ്പിൾ പഠിക്കണം. സൂസ്പോർ ആരെ പ്രൊഡ്യൂസ് ചെയ്യാം? ഊമൈക്കോട്ട മെമ്പേഴ്സ്. അതിപ്പോ ഇങ്ങനെ ഒരു ഷോർട്ടായിട്ട് ആലോചിച്ചാൽ മതി. ലോവർ ഫംഗയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന എല്ലാ ഓർഗാനിസംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പൊറാൻജിയോസ്പോർ ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ലോവർ ഫംഗൈ എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പൊറാൻജിയോസ്പോർ ആണ്. അപ്പൊ ലോവർ ഫംഗൈ അല്ലെങ്കിലും നമ്മൾ ഫംഗയിലേക്ക് ഓർഗാനിസം ആയിട്ട് താഴെ കൊടുത്ത കുറച്ച് ഗ്രൂപ്പ് ഇല്ലേ, അവരും സ്പൊറാൻജിയോസ്പോർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാസ്മോഡയഫോറ, അവര് സൂസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഊമൈക്കോട്ട സൂസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ട്രൂ ഫംഗയിൽ വരുന്ന ലോവർ ഗ്രൂപ്പ് ആയിട്ടുള്ള കൈട്രീഡിയോമൈക്കോട്ട, അപ്പൊ ഇവർ 3 പേരും എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൂസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ എവല്യൂഷനൊക്കെ പഠിക്കുമ്പോൾ കടലിൽ ജീവിക്കുന്ന, സ്വിം ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറിനെ നമ്മൾ കുറേ പഴയതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടെറസ്ട്രിയൽ ആയിട്ടുള്ള എൻവിറോൺമെന്റ്സിനെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടും, അങ്ങനെയല്ലേ? കടലിൽ നിന്നാണ് നമ്മുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കടലുള്ളത് കുറെ പഴയതും എവല്യൂഷണറി ഡെവലപ്മെന്റ് നടന്ന ഓർഗാനിസംസ് ടെറസ്ട്രിയൽ ആയിരിക്കുന്നു അറിയാലോ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ മൂവ് ചെയ്യാൻ പറ്റുന്ന സൂസ്പോർ എപ്പോഴും ലോവർ ഗ്രൂപ്പ് ഓഫ് ഫംഗൈന്റെ ആയിരിക്കും. അപ്പൊ ലോവർ ഗ്രൂപ്പ് ഓഫ് ഫംഗൈയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണ്? ഒന്ന് പ്രോട്ടോസോവൻ ഫംഗൈനെ കൺസിഡർ ചെയ്യാം. ഫംഗൈ ലൈക്ക് ഓർഗാനിസം ആയിട്ടുള്ള ഊമൈക്കോട്ടനെ കൺസിഡർ ചെയ്യാം. അതുകൂടാതെ ട്രൂ ഫംഗൈൽ തന്നെ ലോവർ ഗ്രൂപ്പ് ആയിട്ടുള്ള കൈട്രീഡിയോമൈക്കോട്ടനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി എപ്ലാനോസ്പോർ. എപ്ലാനോസ്പോറും എന്താണ്? സ്പൊറാൻജിയോസ്പോർ തന്നെയാണ്. പക്ഷെ ആകെ ഒരു വ്യത്യാസം എന്താ? അവർക്ക്
ഫ്ലജല്ല ഇല്ല. അപ്പൊ അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോവർ ഫംഗൈ ആയിട്ടുള്ള സൈഗോമൈക്കോട്ട. അപ്പൊ എന്തായാലും ലോവർ ഫംഗൈ ആണോ അവർ സ്പൊറാഞ്ചിയോസ്പോർ ആയിരിക്കും. ആകെ നിങ്ങൾ നോക്കേണ്ടത് ഫ്ലജല ഉണ്ടോ ഫ്ലജല ഇല്ലേന്ന് മാത്രമാണ്. ഫ്ലജൽ ഉള്ള ഗ്രൂപ്പ് ഓമൈക്കോട്ട, പ്ലാസ്മോഡൈഫോറ, കൈട്രീഡിയമൈക്കോട്ട. ഫ്ലജൽ ഇല്ലാത്ത ഗ്രൂപ്പ് സൈഗോമൈക്കോട്ടയിലെ മ്യൂക്കർ റൈസോപ്പസ്. അപ്പൊ സൈഗോമൈക്കോട്ടയിലുള്ള മ്യൂക്കറും റൈസോപ്പസും ഫ്ലജൽ ഇല്ലാത്ത സ്ട്രക്ചേഴ്സേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒന്ന് ഓർത്തേക്കാട്ടോ. അപ്പൊ നമ്മുടെ ലോവർ ഫംഗൈന്റെ കഥ കഴിഞ്ഞു, അത്രേ ഉള്ളൂ, തീർന്നു. ഇനി പറയാൻ പോകുന്നത് ഹയർ ഫംഗൈന്റെ കേസിൽ. ആരൊക്കെയാ ഹയർ ഫംഗൈ? നമ്മുടെ ആസ്കോ, ബസീഡിയോ, ഡ്യൂട്രോ, അവരൊക്കെയല്ലേ ഹയർ ഫംഗൈ. അപ്പൊ അവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്പോറിനെ നമ്മൾ എന്ത് വിളിക്കും? കൊനീഡിയോസ്പോർ എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ അവര് ഒരു പ്രത്യേകത ഉണ്ട്, അവരൊരിക്കലും മോട്ടൈൽ സ്ട്രക്ചർ, ഇപ്പൊ ഹയർ ഫംഗൈ ആണ്, എവല്യൂഷണറിലി അവർ അപ്ഡേറ്റഡ് വേർഷൻ ആണ്. അപ്പൊ അവരെന്തായാലും സ്വിമ്മിങ് സ്ട്രക്ചേഴ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, അവർക്ക് ഫ്ലജല്ല ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സ്പോറാണ് കൊനീഡിയ. അപ്പൊ കൊനീഡിയ നോൺ മോട്ടൈൽ ആണ്. അതേപോലെ അവര് അപ്പൊ അവർക്ക് ഫ്ലജൽ ഉണ്ടെങ്കിൽ ഈസി അല്ലേ, അവർക്ക് മൂവ് ചെയ്യാൻ അവരുടെ സ്വന്തം ഫ്ലജൽ ഉണ്ട്, അവർക്ക് വാട്ടർ വഴി സ്വിം ചെയ്ത് പോവാം. ഫ്ലജൽ ഇല്ലാത്തവർക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? വിൻഡ് വഴി അല്ലെങ്കിൽ എയർ വഴിയൊക്കെ വേണം അവരെ സ്പ്രെഡ് ചെയ്യിക്കുക. അപ്പൊ അത്ര ഓർത്ത് വെക്കുക. സ്പോർ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്പൊറാഞ്ചിയോസ്പോർ ഉണ്ട്, കൊനീഡിയോസ്പോർ ഉണ്ട്. സ്പൊറാഞ്ചിയോസ്പോർ സാധാരണ ലോവർ ഫംഗൈ ഗ്രൂപ്പ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. കൊനീഡിയോസ്പോർ ഹയർ ഫംഗൈ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ലോവർ ഫംഗൈയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഫ്ലജൽ ഉള്ള വേർഷനും ഉണ്ട്, ഫ്ലജൽ ഇല്ലാത്തതുണ്ട്. ഫ്ലജൽ ഉള്ളവരെ എന്താ വിളിക്കുക? സൂസ്പോർ. ഇല്ലാത്തവരെ എപ്ലാനോസ്പോർ. എപ്ലാനോസ്പോർ മ്യൂക്കർ റൈസോപ്പസ് മാത്രമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി എല്ലാ ലോവർ ഫംഗൈ ഏതാ പ്രൊഡ്യൂസ് ചെയ്യുക? സൂസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹയർ ഫംഗൈ ഉള്ളവർക്ക് കൊനീഡിയ. ആ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഇനി കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? കൊനീഡിയോഫോറിന്റെ ടിപ്പിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്പൊറാഞ്ചിയോഫോറിന്റെ ടിപ്പിലായിരിക്കും സ്പൊറാഞ്ചി ഉണ്ടാവുക, അതിനുള്ളിലായിരിക്കും സ്പൊറാഞ്ചിയോസ്പോർ ഉണ്ടാവുക, ഉള്ളിൽ. അപ്പൊ അവരെന്താണ്? എൻഡോജീനസ്ലി ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ കൊനീഡിയ അങ്ങനെയല്ല, എക്സ്റ്റേണലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ നോക്കിയാൽ മതി. അവർക്കൊരു സ്പെഷ്യലൈസ്ഡ് ഹൈഫ ഒക്കെ വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. ആ സ്പെഷ്യലൈസ്ഡ് ഹൈഫേനെ നമ്മൾ ഇവിടെ കൊനീഡിയോഫോർ എന്ന് വിളിക്കും, അവിടെ സ്പൊറാഞ്ചിയോഫോർ എന്ന് വിളിച്ച പോലെ. അപ്പൊ കൊനീഡിയോഫോറിന്റെ ടിപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറിനെ കൊനീഡിയ എന്ന് വിളിക്കുക. അവർക്കൊരു പെർട്ടിക്കുലർ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഒന്നുമില്ല, അവർ പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് കൊനീഡിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊനീഡിയോഫോർ അല്ലേ. ഈ കൊനീഡിയോഫോർ ചില ഫ്രൂട്ടിംഗ് ബോഡീന്റെ ഉള്ളിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഫ്രൂട്ടിംഗ് ബോഡീനെ ഓർത്തേക്കുള്ള ഒരു കോഡാണ് പാസ്, PASS. പിക്നീഡിയം, അസർവുലസ്, സ്പോറോഡോക്യം, സിന്നമേറ്റ. അതിന്റെ പേര് ഓർത്ത് വെക്കാനാണ്. ഇവർ 4 പേരുമാണ് അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒന്നും കൂടി പറയാം, ജസ്റ്റ് ആ കോഡ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. 2 ടൈപ്പ് ഓഫ് സ്പോർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും കൂടാതെ വേറൊരു വെജിറ്റേറ്റീവ് സ്പോർ ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ പേരാണ് ക്ലാമൈഡോസ്പോർ. ക്ലാമൈഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് ഫ്യൂസേറിയം. പിന്നെ ചില സൈഗോമൈക്കോട്ട ഗ്രൂപ്പ്. അത് ഓർത്തില്ലെങ്കിലും ഫ്യൂസേറിയം നല്ലോണം ഓർത്ത് വെക്കുക, കാരണം ഫ്യൂസേറിയം ഉണ്ടാക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്പോർ ആണ് ക്ലാമൈഡോസ്പോർ. അപ്പൊ ക്ലാമൈഡോസ്പോർ എന്താണ്? നേരത്തെ സ്ക്ലീറോഷ്യ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്റ്റിംഗ് സ്പോർ ആണ്. ഓക്കെ. അപ്പൊ വളരെ ഹാർഡ് ആയിട്ടുള്ള സെൽ വോൾ എല്ലാം ഉണ്ടായിരിക്കും, വളരെ തിക്കായിട്ടുള്ള സെൽ വോൾ ആയിരിക്കും. സൈറ്റോപ്ലാസം വളരെ ഡെൻസ് ആയിരിക്കും. എന്തിനായിരിക്കും ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം? അവർക്ക് സർവൈവ് ചെയ്യണ്ടേ, അത് കഴിയുന്നവരെ ഫുഡൊന്നും കിട്ടില്ല. അപ്പൊ അതിന് അവരെ തന്നെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം. എക്സ്റ്റേണലുള്ള അൺഫേവറബിൾ കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ അവർക്ക് ഒരു തിക്ക് സെൽ വോൾ ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതാണ് ക്ലാമൈഡോസ്പോർ, റെസ്റ്റിംഗ് സ്പോർ ആണ്. ഇനി ആർത്രോസ്പോർ. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഫ്രാഗ്മെന്റേഷൻ വഴി ഉണ്ടാവുന്ന സ്പോറിനെ നമ്മൾ ആർത്രോസ്പോർ എന്ന് വിളിക്കും. നോർമലി ഒരു ഹൈഫ ആയിരിക്കും, അതിങ്ങനെ കത്രിക വെച്ച് മുറിച്ച പോലെ കുറെ പീസസ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ ഓരോ പീസും ഒരു പുതിയ ഫംഗി ആയിട്ട് മാറും. അതിനുണ്ടാകുന്ന ഓരോ പീസിനെ വിളിക്കുന്ന പേരെന്താണ്? ആർത്രോസ്പോർ. ഇനി എന്താണ് ബ്ലാസ്റ്റോസ്പോർ? ബഡ്ഡിങ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ബഡ്ഡിങ് വഴി പുതിയൊരു ഡോട്ടർ സെൽ ഉണ്ടാവില്ല, അതിന് നമുക്ക് വേണമെങ്കിൽ സ്പോർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു സ്പോറിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്ലാസ്റ്റോസ്പോർ. അപ്പൊ ബഡ്ഡിങ് വഴി ഏത് സ്പോർ ഉണ്ടാവുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ബ്ലാസ്റ്റോസ്പോർ ഓർ ബ്ലാസ്റ്റോകൊനീഡിയ. ഫ്രാഗ്മെന്റേഷൻ വഴി ഉണ്ടാവുന്ന സ്പോർ ഏതാ ചോദിച്ചാൽ ആർത്രോസ്പോർ. പിന്നെ വേറൊരു റെസ്റ്റിംഗ് സ്പോർ ഏതാ? അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യുന്ന ഹാർഡ് ആയിട്ടുള്ള വോളും ഡെൻസ് ആയിട്ടുള്ള പ്രോട്ടോപ്ലാസം കൂടിയ ഏതാ ചോദിച്ചാൽ ക്ലാമൈഡോസ്പോർ. എക്സാമ്പിൾ ഫ്യൂസേറിയം. ഓർത്തേക്കണം കേട്ടോ. അസെക്ഷൽ സ്പോർസ് എല്ലാം തീർന്നു. ഇനി എന്താണ് അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കൊനീഡിയോഫോറിന്റെ ആണ് ഉദ്ദേശിക്കുന്നത്, സ്പൊറാഞ്ചിയോ അല്ല, കൊനീഡിയോഫോർ. ഈ കൊനീഡിയോഫോർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ 4 ആയിട്ട് തിരിച്ചിട്ടുള്ളത്.
അപ്പൊ ആദ്യത്തെ ഷേപ്പ് നോക്കുക, എങ്ങനെയാ? ഫ്ലാസ്ക് ഷേപ്ഡ് അല്ലേ? അപ്പൊ അതിനെ പിക്നീഡിയം എന്ന് വിളിക്കും. ഈ പിക്നീഡിയത്തിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ കൊനീഡിയോഫോർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ അതിന്റെ കൊനീഡിയോഫോർ ആണ്. ടിപ്പിൽ അത് എന്തുണ്ടാവും? കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഫോമ, ഫോമോപ്സിസ്, മാക്രോഫോമിന ഒക്കെ ഒരു പീലുള്ള കളിയാണ്. അങ്ങനെ അലച്ചാൽ മതി. പിക്നീഡിയ ആണെങ്കിൽ ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. അതിന്റെ പേരെന്തൊക്കെയായിരിക്കും? ഫോമ, ഫോമോപ്സിസ്, മാക്രോഫോമിന. ഓക്കെ. അപ്പൊ ഇവർക്ക് ഇത് കൊനീഡിയ പുറത്തേക്ക് പോകാൻ എന്തുണ്ടാവും? ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ഈ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോൾ. ഷേപ്പ് ഓർത്ത് വയ്ക്കുക. ഓസ്റ്റിയോൾ എന്താന്ന് ഓർത്ത് വയ്ക്കുക. എക്സാമ്പിൾ എന്താ ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തത് അസർവുലസ്. അസർവുലസിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? സോസർ ഷേപ്ഡ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ്. കപ്പ് ആൻഡ് സോസറിലെ സോസറില്ലേ, ആ ഒരു ഷേപ്പിൽ ഇതിന്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അതിന്റെ പേരെന്താണ്? അസർവുലസ്. ഇതാണ് കൊനീഡിയ. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് പർട്ടിക്കുലർലി ഓസ്റ്റിയോളിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു വോളൊന്നുമില്ല, അത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കണം. കൊളറ്റോട്രൈക്കം, പെസ്റ്റലോഷ്യ. കൊളറ്റോട്രൈക്കം ഒക്കെ ആന്ത്രാക്നോസ് ഉണ്ടാക്കുന്ന കോസ്റ്റൽ ഓർഗാനിസം ആണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പൊ അതിന്റെ സിംറ്റം എങ്ങനെയായിരിക്കും? അൾസർ ലൈക്ക് ലീഷനാണ്. പുണ്ണുപോലെ ഉണ്ടാവുന്ന സങ്കൺ ലീഷനാണ് നമ്മൾ നോർമലി പറയാം. ആ ലീഷനൊക്കെ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് കറുത്ത കുത്തു കുത്തു കുത്ത് കാണും. അങ്ങനെ കുത്തു കുത്തു കുത്തായിട്ടുള്ള റിങ്സ് കാണാൻ പറ്റും. ശരിക്കും ഈ കറുത്ത കുത്ത് എന്താണ്? അസർവുലയാണ്. ഓക്കെ. അതേപോലെ പെസ്റ്റലോഷ്യ ഉണ്ടാക്കുന്ന ഡിസീസാണ് നമ്മുടെ ഗ്രേ ബ്ലൈറ്റ്. ആ ഗ്രേ ബ്ലൈറ്റ് ക്ലിയർലി ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കറുത്ത കുത്തു കുത്തു കുത്തുള്ള റിങ്സ് കാണാം. ഓരോ കുത്തും എന്താണ്? അതിന്റെ അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയാണ്, അതായത് നമ്മുടെ അസർവുലസ്. ഓക്കെ. അപ്പോ ഇത്രയാണ് രണ്ട് സ്ട്രക്ചർ. ഇനി മൂന്നാമത്തത് സിന്നമ്മ. സിന്നമ്മേനെ നമുക്കൊരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു അസോസിയേഷൻ ആണ്. ഒരുപാട് കൊനീഡിയോഫോറിനെ മനസ്സിൽ വിചാരിക്കുക. ഈ കൊനീഡിയോഫോറിന്റെ ഒക്കെ ബേസിൽ നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുക. ആ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ, അതിനാണ് സിന്നമ്മ. അപ്പൊ മനസ്സിലൊരു ഷൂല് പോലത്തെ ഒരു സ്ട്രക്ചർ വരുന്നുണ്ടാവില്ല. ഒരുപാട് കൊനീഡിയോഫോർ ഉണ്ട്, ബേസ് ജോയിന്റ് ആയിരിക്കും, ടിപ്പ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. അങ്ങനെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിന്നമ്മ. അപ്പൊ സിന്നമ്മേന്റെ എക്സാമ്പിൾ ഗ്രാഫിയം ഓർത്തിക്കുക. സ്ട്രക്ചർ മനസ്സിലോർത്തിക്കുക. ചൂല് പോലെ എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലായിട്ട് ലോങ് ഹാൻഡിൽ ഫെദർ ഡസ്റ്റർ എന്നൊക്കെ പറയാം. ബേസ് ജോയിന്റ് ആയിരിക്കും, ടിപ്പ് ഫ്രീ ആയിരിക്കും. എക്സാമ്പിൾ ഗ്രാഫിയം. നാലാമത്തത് സ്പോറോഡോക്കിയം. സ്പോറോഡോക്കിയത്തിന്റെ ഷേപ്പ് പിൻ കുഷ്യൻ ഷേപ്പ്. നമ്മൾ മുട്ടുസൂചിയൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പിൻ കുഷ്യൻ ഇല്ലേ, ആ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും? കൊനീഡിയോഫോർ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് മൈസീലിയ ചേർന്നിട്ട് കെട്ടിപ്പിണഞ്ഞ് ഒരു കുഷ്യൻ ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടുണ്ടായിരിക്കും. അതെന്നായിരിക്കും നമ്മുടെ കൊനീഡിയോഫോർ അറേഞ്ച് ചെയ്യുക. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ സ്പോറോഡോക്കിയ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഫിസേറിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫിസേറിയം ഉണ്ടാക്കുന്ന സർവൈവൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ക്ലാമൈഡോസ്പോർ. അതിന്റെ അസെക്ഷൽ ഫ്രൂട്ടിംഗ് സ്ട്രക്ചർ എന്താണ്? സ്പോറോഡോക്കിയം. 4 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഷേപ്പ് ഓർക്കുക, എക്സാമ്പിൾ ഓർക്കുക, വേറെ ഒന്നും ഓർക്കണ്ട കേട്ടോ. ആ ഓർത്ത് അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീനെ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയുടെ കൺഫ്യൂഷൻ ആവരുത്. അതിനാണ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ. ആ കോഡ് ഓർത്തിക്കുക. പിക്നീഡിയം, അസർവുലൈ, സിന്നമാറ്റ, സ്പോറോഡോക്കിയം. ഓരോന്നിന്റെയും ഷേപ്പ് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ്? അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം എന്താണ്? ഫംഗൈന്റെ സെക്സ് ഓർഗൻസ് ഏതൊക്കെയാണ്? സെക്സ് ഓർഗൻ ഓഫ് ഫംഗൈ നമുക്ക് അതിന് ഗെമറ്റാൻജിയം എന്ന് വിളിക്കാം. ആ ഗെമറ്റാൻജിയാണ് അതിന്റെ സെക്സ് ഓർഗൻ. അതിനുള്ളിൽ ഉണ്ടാവുന്ന സെക്സ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഗ്യാമീറ്റ്. ഓർഗൻ ഗെമറ്റാൻജിയം ആണ്, ഉള്ളിലുണ്ടാവുന്ന സെല്ല് ഗ്യാമീറ്റ് ആണ്. ഈ ഗെമറ്റാൻജിയം മെയിൽ ആണെങ്കിൽ ആന്ത്രീഡിയം എന്ന് വിളിക്കും. ഫീമെയിൽ ആണെങ്കിൽ ഊഗോണിയോ അല്ലെങ്കിൽ ആസ്കോഗോണിയോ. മൈക്കോട്ട ഗ്രൂപ്പിലുള്ള ഇതിനെ ഊഗോണിയോ എന്നും, ആസ്കോമൈക്കോട്ട ഗ്രൂപ്പ് ആണെങ്കിൽ ആസ്കോഗോണിയോ. അപ്പൊ ജസ്റ്റ് ആലോചിക്കുക, മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ഊഗോണിയം. അപ്പൊ അവരുടെ ഷേപ്പിൽ വിത്ത് റെസ്പെക്ട് എങ്ങനെ അറിയാം? ആന്ത്രീഡിയം മെയിൽ സെക്സ് ഓർഗൻ സ്മോളും ക്ലബ് ഷേപ്ഡും ആയിരിക്കും. ബട്ട് ഊഗോണിയം സൈസ് വളരെ ലാർജും ആയിരിക്കും, ഗ്ലോബോസ് ഷേപ്ഡും ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്കിവിടെ ഫീമെയിൽ മെയിൽ എന്നുള്ള വേർതിരിവൊന്നുമില്ല, പക്ഷെ നമുക്കൊന്ന് ലൈഫ് സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ ഡിഫറെന്റ് സെക്സസിനെ ഡിനോട്ട് ചെയ്യാൻ പ്ലസും മൈനസും യൂസ് ചെയ്യും. പ്ലസ് ഫോർ മെയിൽ, മൈനസ് ഫോർ ഫീമെയിൽ. ജസ്റ്റ് ആ ടേംസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ആന്ത്രീഡി എന്താ, ഊഗോണി എന്താന്നൊക്കെ ചോദിച്ചാൽ മേ ബി നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി സെക്സിന്റെ ബേസിൽ ഫംഗസിനെ നമുക്ക് മൊണീഷ്യസ് ആയിട്ട് ഡയേഷ്യസ് ആയിട്ട് ഒന്നുമില്ല. നോർമലി നമ്മൾ മൊണീഷ്യസ് ഡയേഷ്യസ് പ്ലാന്റ്സ് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മൊണീഷ്യസ് ആണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ സെയിം ഓർഗാനിസത്തിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ബോഡിയിലായിരിക്കും, സെയിം താലസിലായിരിക്കും. ഡയേഷ്യസ് ആണെങ്കിൽ മെയിൽ താലസ് ഉണ്ടായിരിക്കും, ഫീമെയിൽ താലസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി കോമ്പാറ്റിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഹോമോതാലിക്, ഹെട്രോതാലിക്. ഹോമോതാലിക് ആണെങ്കിൽ എന്തായിരിക്കും?
അതിന്റെ മെയിലും ഫീമെയിലും ആയിട്ടുള്ള ഓർഗൻസ് അതിന്റെ ബോഡിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവർക്ക് വേറെ മൈസീലത്തിന്റെ ആവശ്യമില്ല. സ്വന്തം ബോഡിയിൽ തന്നെ 2 ഓർഗൻസും ഉണ്ട്. അതുകൊണ്ട് ദേ ഡു നോട്ട് റിക്വയർ എൻ അഡീഷണൽ താലസ് അല്ലെ. അതിനാണ് ഹോമോതാലിക്. അവർ സെൽഫ് കോമ്പാറ്റബിൾ ആയിരിക്കും. അത് ഇതേപോലെ തന്നെ നമ്മുടെ നോർമൽ സെൽഫ് പോളിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ. ഹെട്രോതാലിക് എന്ന് പറഞ്ഞാൽ ക്രോസ് പോളിനേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള താലസ് ആവശ്യമുണ്ട്. മെയിൽ താലസും ഫീമെയിൽ താലസും വേണം. എന്നാലേ അവർ തമ്മിൽ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സെൽഫ് സ്റ്റെറൈൽ ആയിരിക്കും. ക്രോസ് പോളിനേഷൻ പോലെ ആലോചിക്കും. ആദ്യത്തെ സാധാരണ മൊണീഷ്യസ് പ്ലാന്റ്, ഡൈഷ്യസ് പ്ലാന്റ് പോലെ ആലോചിക്കുക. രണ്ടാമത്തത് സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ പോലെ ആലോചിക്കാം. ഓക്കെ, എക്സാമ്പിൾ. ഇനി ഓരോ സ്റ്റേജസ്, സെക്ഷൽ റീപ്രൊഡക്ഷനിലെ സ്റ്റേജസ് നോക്കാം. അത് നോർമൽ നിങ്ങളെല്ലാം ജെനറ്റിക്സിലും എല്ലാം പഠിക്കുന്ന സെയിം തന്നെയാണ്. ആദ്യം എന്താവും? പ്ലാസ്മോഗമി. 2 സെല്ല് തമ്മിൽ ഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ 2 പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതാണ് പ്ലാസ്മോഗമി. 2 പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താ ഉണ്ടാവുക? അതിലെ തമ്മിലുള്ള ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആവും, ഫ്യൂസ് ചെയ്യും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. എന്നിട്ട് ആ സൈഗോട്ട് ഓർഗാനിസം ഹാപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ എന്ത് സംഭവിക്കും? സൈഗോട്ടിൽ മിയോസിസ് സംഭവിക്കും. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 ഗ്യാമറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്തു ആദ്യം. പിന്നെ അതിന്റെ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തു. ഇപ്പൊ എന്തായി? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്തു. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് മതിയോ നമുക്ക്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലേ. അപ്പൊ എന്തുണ്ടാവണം? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിൽ മിയോസിസ് നടക്കണം, റിഡക്ഷൻ ഡിവിഷൻ നടക്കണം. എന്നിട്ട് നമ്മുടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് മാറും. പിന്നെ അത് കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി അതത് ഗ്രോ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയല്ലേ നോർമലി നടക്കുക. ഇത് ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ കേസാട്ടോ പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫംഗൈ എക്സെപ്റ്റ് ഊമൈക്കോട്ട അല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ലോവർ ഫംഗൈന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം 2 ഹാപ്ലോയിഡ് ഗ്യാമെറ്റ്സ് ഫ്യൂസ് ചെയ്യും, പ്ലാസ്മോഗമി, അതിലുള്ള ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും, കാരിയോഗമി, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിൽ മിയോട്ടിക് ഡിവിഷൻ നടക്കും. എന്നിട്ട് വീണ്ടും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആവും. അവർ പിന്നീട് കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി മുന്നോട്ട് പോകും. അപ്പൊ എല്ലാം അത് നോർമൽ കേസാണ്. ഓക്കെ, പക്ഷെ ഊമൈക്കോട്ട നമ്മളെ ബാക്കി ഫംഗസിനെ പോലെ അല്ല. അവരെന്തായിട്ട് ആക്ട് ചെയ്യുക? ഒരു ഹയർ ഓർഗാനിസത്തിന്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അവർ നമ്മളെയൊക്കെ പോലെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് ആക്ച്വലി. അപ്പൊ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം, ഇപ്പൊ നമ്മുടെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന് മുന്നേ ഗ്യാമറ്റ് ഫോം ചെയ്യാൻ എന്ത് സംഭവിക്കും? ആദ്യമാണ് മിയോസിസ് നടക്കുക. പ്ലാസ്മോഗമിക്കും കാരിയോഗമിക്കും മുന്നേ ആദ്യം തന്നെ മിയോസിസ് നടക്കും. എന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റ് ഫോം ചെയ്യും. പിന്നീട് അത് തമ്മിൽ ഫ്യൂസ് ചെയ്യും. ആദ്യം പ്ലാസ്മോഗമി, പിന്നെ കാരിയോഗമി, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് നടക്കും. പിന്നീട് റിഡക്ഷൻ ഡിവിഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മൾ ഡിപ്ലോയിഡ് അല്ലേ. അപ്പൊ പിന്നെ അത് നോർമൽ മൈറ്റോട്ടിക് ഡിവിഷൻ മതി ഡെവലപ്പ് ചെയ്ത് പോകാൻ. അതേപോലെയാണ് ഊമൈക്കോട്ട. അപ്പൊ ഊമൈക്കോട്ട നമ്മളെ പോലെയാന്ന് ആലോചിച്ചാൽ മതിട്ടോ, അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ ബാക്കി എല്ലാതും ഹാപ്ലോയിഡ് ഓർഗാനിസം ആണ്. അപ്പൊ അങ്ങനെയാണ് നോക്കുക. പിന്നെ ഇത് രണ്ടും അല്ലാതെ ഫംഗൈക്ക്, ഇപ്പൊ ഒരു പ്ലാന്റ്സിന് ബാക്കി മൈക്രോ ഓർഗാനിസം ഒന്നും അല്ലാതെ ഫംഗൈക്കുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ട്. ഹയർ ഫംഗൈ, പെർട്ടിക്കുലർലി ഇൻ കേസ് ഓഫ് ബസീഡിയോ മൈക്കോട്ടയിലൊക്കെ ഡൈകാരിയോട്ടിക് കണ്ടീഷൻ എന്ന് പറയും. അതായത് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഗ്യാമെറ്റ്സ് ഫ്യൂസ് ചെയ്യും. പ്ലാസ്മോഗമി ആദ്യം തന്നെ നടക്കും. അപ്പൊ പ്ലാസ്മോഗമി നടന്ന എന്തുണ്ടാവും? ഒരു സെല്ലിന്റെ അകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ടാവും. ആ 2 ന്യൂക്ലിയസ് സാധാരണഗതിയിൽ ഫ്യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ കേസിൽ ഫ്യൂസ് ചെയ്യാതെ 2 ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ആ കണ്ടീഷൻ എന്താ വിളിക്കുക? ഡൈകാരിയോട്ടിക് കണ്ടീഷൻ. അതായത് ഒരു സെല്ലിന്റെ അകത്ത് 2 ന്യൂക്ലിയസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പൊ ഈ ഡൈകാരിയോട്ടിക് കണ്ടീഷൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏതിലാ? ബസീഡിയോ മൈക്കോട്ടയിലാണ്. അപ്പൊ ബസീഡിയോ മൈക്കോട്ടിന്റെ 2 ക്യാരക്ടർ ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു. ഒന്നെന്തായിരുന്നു? ഡോളിപോർ സെപ്റ്റം വരുന്നത് ഏത് ഗ്രൂപ്പില്? ബസീഡിയോ മൈക്കോട്ടയില്. അതേപോലെ ഡൈകാരിയോട്ടിക് കണ്ടീഷൻ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളത് ഏതിലാ? അതും ബസീഡിയോ മൈക്കോട്ടയില്. ആസ്കോമൈക്കോട്ടയിലും ഡൈകാരിയോട്ടിക് കണ്ടീഷൻ ഉണ്ട്, പക്ഷെ വളരെ ഷോർട്ട് പീരീഡിലേ ഉള്ളൂ. നിങ്ങൾക്ക് ആ കണ്ടീഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 2 ന്യൂക്ലിയസ് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഫ്യൂസ് ചെയ്യാതെ നിൽക്കുന്നതിനെ ഡൈകാരിയോൺ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനാണ് ഡൈകാരിയോഗമി. എന്താണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത്? പ്ലാസ്മോഗമി നടക്കും. ഹാപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ ആദ്യം പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ ആദ്യം മിയോസിസ്, പിന്നെ പ്ലാസ്മോഗമി, പിന്നെ കാരിയോഗമി. അതൊന്ന് ഓർത്തേക്കുക. അപ്പൊ എല്ലാ ഫംഗയും എക്സെപ്റ്റ് ഊമൈക്കോട്ട ഹാപ്ലോയിഡ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഊമൈക്കോട്ട ഡിപ്ലോയിഡ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഹയർ ഫംഗി പെർട്ടിക്കുലർലി ബസീഡിയോ മൈക്കോട്ടയിൽ ഡൈകാരിയോട്ടിക് കണ്ടീഷൻ ഉണ്ട്. ഇത് 3 ഓർത്ത് വെക്കണം.
ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു 5 മെത്തേഡ് ഉണ്ട്. നിങ്ങൾ പഠിച്ചതായിരിക്കും പണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഡെഫിനിഷൻ ഒന്നും കാണാപ്പാടം പഠിക്കണ്ട. ജസ്റ്റ് ടേംസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. റീപ്രൊഡക്ഷൻ എന്നുള്ള സിലബസിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാം ഒന്ന് ഡെഫിനേഷൻ പഠിച്ചില്ലെങ്കിലും യു ഹാവ് ടു നോ. അത് ചോദിച്ചാൽ ഡെഫിനേഷൻ ചോദിച്ചാൽ അത് ഏത് ടൈപ്പ് ആണെങ്കിലും അറിയണം. ഫസ്റ്റ് വൺ, പ്ലാനോ ഗ്യാമെറ്റിക് കോപ്പുലേഷൻ. പ്ലാനോ ഗ്യാമെറ്റിക്, ഗ്യാമെറ്റിക് എന്നുള്ള വേർഡാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്താണ്? ഗ്യാമെറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷൻ ആണ്. അപ്പൊ 2 ഗ്യാമെറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതിൽ 2 എണ്ണത്തിനോ അറ്റ്ലീസ്റ്റ് ഒന്നിനെങ്കിലും മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. 2 ഗ്യാമെറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമെറ്റ് അവർ ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ ഒന്നുകിൽ 2 എണ്ണത്തിനും ഫ്ലജൽ ഉണ്ട്, 2 മൂവ് ചെയ്തിട്ടാണ് അടുത്തേക്ക് വരിക. അല്ലെങ്കിൽ ഒന്നിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. ഇവരുടെ ഷേപ്പിനനുസരിച്ച് അത് 3 ടൈപ്പ് ഉണ്ട്. +2 മുതൽ പഠിക്കുന്നതാണ്, ഒരു കൺഫ്യൂഷനും വേണ്ട. ഐസോഗമി, അനൈസോഗമി, ഹെട്രോഗമി. ഐസോഗമി എങ്ങനെയായിരിക്കും? 2 ഗ്യാമെറ്റ്സും സൈസിലും ഷേപ്പിലും സിമിലർ ആയിരിക്കും. അതേപോലെ അവർക്ക് 2 പേർക്കും ഫ്ലജൽ ഉണ്ടാവും. അനൈസോഗമി എന്ന് പറഞ്ഞാൽ സൈസിൽ ഡിഫറെന്റ് ആയിരിക്കും, ഷേപ്പിൽ സിമിലർ ആയിരിക്കും, 2 പേർക്കും ഫ്ലജൽ ഉണ്ടാവും. ഹെട്രോഗമി എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിലും ഷേപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് മോട്ടൈൽ ആയിരിക്കും, മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മറ്റത് മോട്ടൈൽ ആയിരിക്കില്ല, കുറച്ചും കൂടി ഗ്ലോബോസ് ഷേപ്ഡ് ആയിരിക്കും. അതിനാണ് ഹെട്രോഗമി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കുറച്ച് കൈട്രേറ്റ് ഗ്രൂപ്പോ, അവരൊക്കെ ഐസോഗമിയാണ് കേട്ടോ. പിന്നെ അനൈസോഗമിന്റെ ഹെട്രോഗമിന്റെ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഈ മെത്തേഡ് പറഞ്ഞ എന്താന്ന് അറിയണം. അടുത്തതാണ് ഗെമറ്റാഞ്ചൽ കോണ്ടാക്ട്. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഊമൈക്കോട്ടയിൽ വരുന്ന പിത്യം, ഫൈറ്റോഫ്തോറ, ഡൗണി മിൽഡ്യൂ ഗ്രൂപ്പ് എല്ലാ ആൾക്കാരും റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വഴിയാണ്? ഗെമറ്റാഞ്ചൽ കോണ്ടാക്ട്. ഞാനിവിടെ പിത്യം എഫാനിഡെർമേറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഊമൈക്കോട്ട ഗ്രൂപ്പ് മൊത്തം ഓർത്ത് വെക്കണം കേട്ടോ. കോണ്ടാക്ട് ആ പേരിൽ തന്നെ ഉണ്ട്, ഗെമറ്റാഞ്ചൽ കോണ്ടാക്ട്. ആദ്യമേ പറഞ്ഞു എന്താണ് ഗെമറ്റാഞ്ചിയം? സെക്സ് ഓർഗൻ ആണ് ഗെമറ്റാഞ്ചിയം. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻ കോണ്ടാക്റ്റിൽ വരുന്നു, അത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഈ ഫിഗറിൽ കാണുന്ന പോലെ 2 സെക്സ് ഓർഗനും ദേ വിൽ കം ഇൻ കോണ്ടാക്ട്. ഇപ്പൊ ഏതൊക്കെയാണെന്ന് ഷേപ്പ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാം. ആദ്യം പറഞ്ഞതാണ്, ഊഗോണിയം ആണെങ്കിൽ ഗ്ലോബോസ് ഷേപ്ഡ് ആയിരിക്കും, ലാർജർ ആയിരിക്കും. മെയിൽ സെക്സ് ഓർഗൻ എങ്ങനെയായിരിക്കും? ക്ലബ് ഷേപ്ഡ് ആയിരിക്കും, സ്മോളർ ആയിരിക്കും. ഇവർ തമ്മിൽ ജസ്റ്റ് കോണ്ടാക്റ്റിൽ വരും. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഒന്നെങ്കിൽ ഒരു പോർ, ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്യൂബ് ഉണ്ടാവും. ഈ ട്യൂബ് വഴി മെയിൽ ഗ്യാമറ്റ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു, 2 തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് അവര് കോണ്ടാക്റ്റിലേ വരുന്നുള്ളൂ, തമ്മിൽ 2 ഫ്യൂസ് ചെയ്ത് പോകുന്നില്ല, ഗ്യാമറ്റ് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഗെമറ്റാഞ്ചൽ കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഓർത്തിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് മെത്തേഡ് എന്നും എക്സാമ്പിൾ ഒന്നും കമ്പൽസറി ഓർത്തിക്കണം. ഇനി ഗെമറ്റാഞ്ചൽ കോപ്പുലേഷൻ. ഗെമറ്റാഞ്ചൽ കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, കോപ്പുലേഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ് ഫ്യൂഷൻ എന്നാണ്. അവിടെ ജസ്റ്റ് കോണ്ടാക്റ്റിലേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഗെമറ്റാഞ്ചി എന്താ ചെയ്യുന്നത്? ഫ്യൂസ് ചെയ്യാണ്. ഇപ്പൊ 2 സെക്സ് ഓർഗൻ കോണ്ടാക്റ്റിൽ ആദ്യം വരുന്നു, പിന്നെ ആ 2ഉം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റൊന്നാവുന്നു. ഈ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് 2 സെക്സ് ഓർഗൻ ആണ്, 2 ആദ്യം കോണ്ടാക്റ്റിൽ വന്നു, നടുവിലുള്ള വോളാണ് ഡിസോൾവ് ചെയ്തു, 2ഉം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിട്ട് മാറി. അതാണ് നമ്മുടെ സൈഗോട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഏതിലാണ് ഫോം ചെയ്യുന്നത്? സൈഗോമൈക്കോട്ടയിലാണ്. എക്സാമ്പിൾ മ്യൂക്കർ റൈസോപ്പസ്, അവർക്കാണ് ഗെമറ്റാഞ്ചൽ കോപ്പുലേഷൻ ഉള്ളത്. ഇതൊക്കെ ലോവർ ഫംഗൈന്റെ കേസാ. പ്ലാനോ ഗെമറ്റിക് കോപ്പുലേഷൻ ലോവർ ആയിരുന്നു, ഗെമറ്റാഞ്ചൽ കോണ്ടാക്ട്, ഗെമറ്റാഞ്ചൽ കോപ്പുലേഷൻ ഒക്കെ ലോവറിന്റെ എക്സാമ്പിളാ പറഞ്ഞത്. ഈ ഹയർ ഫംഗയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമല്ലോ, അപ്പൊ അതിന് വരുന്ന മെത്തേഡാണ് ഒന്ന് സ്പെർമറ്റൈസേഷൻ. അത് റസ്റ്റ് ഫംഗയിലാണ് അത് കാണുന്നത്. പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസി, റസ്റ്റ് ഫംഗയിലാണ് സ്പെർമറ്റൈസേഷൻ എന്ന് ഓർക്കുക. അത് ഈസിയാണ്. സ്പെർമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരൊരു പെർട്ടിക്കുലർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫോം ചെയ്യും. സ്പെർമഗോണിയം ഓർ പിക്നിയം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഗ്യാമറ്റ് ആണ് സ്പെർമേഷ്യ. ഈ ഫിഗറിൽ കാണുന്ന പോലെ സ്പെർമേഷ്യ വരും. ഇതാണ് നമ്മുടെ സെല്ല്, മെയിൽ സെൽ, മെയിൽ ഗ്യാമറ്റ് എന്നൊക്കെ പറയാം. ഇതെന്ത് ചെയ്യും? നമ്മുടെ ഫീമെയിൽ ആയിട്ടുള്ള ഓർഗന്റെ അടുത്തേക്ക് വരും. ഫീമെയിൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഒന്നും ഇല്ല കേട്ടോ, അതിന്റെ ഹൈഫ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഹൈഫേന്റെ അടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് പതുക്കെ ന്യൂക്ലിയസ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പൊ 2 ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചർ ആയില്ലേ? ഓക്കെ, എന്നിട്ട് അത് ഓരോന്നും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. എക്സ്ട്രാ വരുന്ന ഡോട്ടർ ന്യൂക്ലിയർ തൊട്ടടുത്തയിലേക്ക് വരും. ഇവിടെ അത് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും, 3 സെല്ലാവും. അതിൽ വരുന്ന അഡീഷണൽ വരുന്നത് അടുത്തയിലേക്ക് പോകും. അങ്ങനെയാണ് അവിടെ റീപ്രൊഡക്ഷൻ. അപ്പൊ അത്രയ്ക്ക് ഡീപ്പായിട്ട് ഓർത്തില്ലെങ്കിലും ജസ്റ്റ് ഓർക്കുക, സ്പെർമറ്റൈസേഷൻ ഹയർ ഫംഗൈ, അതായത് റസ്റ്റ് ഫംഗയിൽ കാണുന്നതാണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് സ്പെർമഗോണിയം. ഒരു ഫ്രൂട്ടിംഗ് ബോഡിയാണ്.
അതിൽ നിന്നാണ് ഇവർ സ്പെർമേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പെർമേഷ്യ ഒന്നുമില്ല, ഒരു സെല്ലാണ് ഓർത്ത് വെച്ചാൽ മതി, ഒരു ന്യൂക്ലിയസോട് കൂടിയ ഒരു സെല്ല്. ആ ന്യൂക്ലിയസോട് കൂടിയ സെല്ല് എന്ത് ചെയ്യും, നമ്മുടെ ഹൈഫേന്റെ അടുത്തേക്ക് വരും, റിസപ്റ്റീവ് ഹൈഫ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതല്ലേ ന്യൂക്ലിയസിനെ സ്വീകരിക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ റിസപ്റ്റീവ് ഹൈഫ എന്ന് വിളിക്കുന്നത്. റിസപ്റ്റീവ് ഹൈഫേന്റെ ആദ്യത്തെ സെല്ലിന്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പൊ എന്താ, ഈ സിംഗിൾ സെല്ലിന് ഒരു ന്യൂക്ലിയസിന് കൊടുക്കാണ്ട് അടുത്ത് വന്നിട്ട് ചോദിക്കും, വേണോ ചോദിക്കും. ആദ്യത്തെ സെല്ലിന് എന്ത് ചെയ്യും, ആ ന്യൂക്ലിയസിനെയാണ് എടുക്കും. അപ്പൊ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്ന പോലെ ആദ്യത്തെ സെല്ലിൽ ഇപ്പൊ 2 ന്യൂക്ലിയസ് ആയി. ഒരു സെല്ലിന് മാത്രം 2 ന്യൂക്ലിയസ് ആവണമെന്ന് മോശമല്ലേ? അപ്പൊ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഒരു ന്യൂക്ലിയസിനെയും കൂടി ഉണ്ടാക്കും. ആ പുതിയ ന്യൂക്ലിയസിനെ ഇവർ തൊട്ടടുത്ത സെല്ലിലേക്ക് കൊടുക്കും. അവിടെ വന്നപ്പോൾ മൂന്നാമത്തെ ആൾക്കില്ല, അപ്പൊ ഇവിടെ എന്തുണ്ടാവും, വീണ്ടും ഡിവിഷൻ നടക്കും, ആ സെൽ ന്യൂക്ലിയസിനെ തൊട്ടടുത്തേക്ക് കൊടുക്കും. അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ഹൈഫ ഡൈകാരിയോട്ടിക് കണ്ടീഷനിലേക്ക് മാറും. അപ്പൊ അതാണ് സ്പെർമറ്റൈസേഷൻ. പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക, ഫിഗറെങ്കിലും മനസ്സിലോർത്ത് വയ്ക്കുക. ഓർഗാനിസം പക്സീനിയാണ്. നെക്സ്റ്റ് വൺ സൊമാറ്റോഗമി. സൊമാറ്റോഗമി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു സെല്ലും ഒരു ഹൈഫയും തമ്മിലുള്ള ഫ്യൂഷനാണ് സ്പെർമറ്റൈസേഷൻ. സൊമാറ്റോഗമി എന്ന് പറഞ്ഞാൽ 2 ഹൈഫ തമ്മിലുള്ള ഫ്യൂഷനാണ്. 2 ഹൈഫ അടുത്തേക്ക് വന്നു, അതിലുള്ള 2 സെല്ല് തമ്മിലാണ് ഫ്യൂസ് ചെയ്തു. അപ്പൊ എന്തായി, ആ നടുക്കുണ്ടാവുന്ന സെല്ല് 2 ന്യൂക്ലിയസ്. ഇനി ഇത് രണ്ടും ഫ്യൂസ് ചെയ്യും, അപ്പൊ അതിലും 2 ന്യൂക്ലിയസ്. അങ്ങനെ കംപ്ലീറ്റ്ലി 2 ഹൈഫ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനാണ് സൊമാറ്റോഗമി എന്ന് പറയാ. സ്പെർമറ്റൈസേഷന്റെ കേസിൽ ഒരു സെല്ലും ഒരു ഹൈഫയും തമ്മിൽ രണ്ടായാലും ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താണ്, ഡൈകാരിയോട്ടിക് കണ്ടീഷൻ ആണ്. ഡൈകാരിയോട്ടിക് കണ്ടീഷൻ ഹയർ ഫംഗൈന്റെ ക്യാരക്ടർ ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, പർട്ടിക്കുലർലി ബസീഡിയോന്റെ. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എക്സാമ്പിൾ സൊമാറ്റോഗമിയില് സ്മട്ട്, റസ്റ്റ്, അതേപോലെ റൈസക്ടോണിയ, സൊളാനി, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താ 5 മെത്തേഡ് ഓർത്ത് വയ്ക്കുക, 5ന്റെ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഇനി സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയും കൂടി പറഞ്ഞിട്ട് നമുക്ക് തീർക്കാം. അപ്പൊ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ഒരു 4 ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് ഷേപ്പിനനുസരിച്ചിട്ട് സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി 4 ടൈപ്പ് ഉണ്ട്. ക്ലീസ്റ്റോത്തീഷ്യം, പെരിത്തീഷ്യം, എപ്പോത്തീഷ്യം, ആസ്കോസ്ട്രോമാറ്റ. ഓക്കെ, അപ്പൊ ഒന്ന് ഷേപ്പും ഓർഗാനിസം മാത്രം ഓർത്താൽ മതി. അപ്പൊ ആദ്യത്തെ എന്താ, ക്ലീസ്റ്റോത്തീഷ്യം. അതൊരു ബോള് പോലെ ഉണ്ടാവും, ഒരു ഫുട്ബോൾ പോലെ ആലോചിച്ചാൽ മതി. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലോബോസ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിംഗ് ബോഡിയാണ് ക്ലീസ്റ്റോത്തീഷ്യം. എക്സാമ്പിൾ പൗഡറി മിൽഡി ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രൂപ്പില്ലേ, എറൈസിഫെ എന്നൊക്കെ പറയുന്ന ആ ഗ്രൂപ്പാണ് ക്ലീസ്റ്റോത്തീഷ്യം ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് പെരിത്തീഷ്യം. നേരത്തെ പിക്നീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സെക്ഷല്, ഇവിടെ പെരിത്തീഷ്യം. രണ്ടായാലും എന്താ, ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. അതേപോലെയല്ലേ സ്ട്രക്ചർ കാണാൻ, ഫ്ലാസ്ക് ഷേപ്ഡ് ആയിരിക്കും ഉള്ളിൽ, പക്ഷെ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ആണെന്ന് ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അതിനുണ്ടായിരിക്കും ഒരു ഓപ്പണിംഗ്, അതിലൂടെ ആയിരിക്കും ഇത് ലിബറേറ്റ് ചെയ്യുക. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോൾ. അപ്പൊ ഷേപ്പ് ഓർത്ത് വയ്ക്കുക, എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. പെരിത്തീഷ്യം ഉണ്ടാക്കുന്നത് ക്ലാവിസെപ്സ്, കോർഡൈസെപ്സ് ഒക്കെയാണ് പെരിത്തീഷ്യം ഉണ്ടാക്കുന്നത്. മൂന്നാമത്തത് അപ്പോത്തീഷ്യം. അപ്പോത്തീഷ്യം എങ്ങനെയാണ്, ഡിസ്ക് ഷേപ്ഡ്. അവിടെ അസർവുല എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ അപ്പോത്തീഷ്യം. രണ്ടും എന്താണ്, ഡിസ്ക് ഷേപ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ കപ്പ് ഷേപ്ഡ് ആണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സാമ്പിൾ പെസീസ, ട്യൂബർ ഒക്കെയാണ് എക്സാമ്പിൾ. ഇനി ആസ്കോസ്ട്രോമാറ്റ. ആസ്കോസ്ട്രോമാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്ട്രോമ ഉണ്ടാവും. ആ സ്ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈസിൽ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ബെഡ് പോലെ സ്ട്രക്ചർ ആയിട്ടുണ്ടാവും. അതിലൊരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ലോക്യൂൾ, ഒരു കുഴി പോലെ സ്ട്രക്ചർ ഉണ്ടാവും. അതിനുള്ളിലാണ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ആസ്കോസ്ട്രോമാറ്റ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു സ്ട്രോമയിൽ മൾട്ടിപ്പിൾ ക്യാവിറ്റീസ് ഉണ്ടാവും, പക്ഷെ ചില കേസിൽ മാത്രം ഒരൊറ്റ ക്യാവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കാണാൻ ഓൾമോസ്റ്റ് നമ്മുടെ പെരിത്തീഷ്യം പോലെ തോന്നും. ഒറ്റ ക്യാവിറ്റി ഉള്ളെങ്കിൽ അല്ലെ, ഒറ്റ ക്യാവിറ്റി ഉള്ളെങ്കിൽ പെരിത്തീഷ്യം പോലെ തന്നെ അല്ലേ സ്ട്രക്ചർ കാണാൻ. അപ്പൊ നമ്മൾ അതിനെ സ്യൂഡോത്തീഷ്യം എന്ന് വിളിക്കും. ഒന്നുകൂടി പറയാം, ഷേപ്പിനനുസരിച്ചിട്ട് സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി 4 ഉണ്ട്. ക്ലീസ്റ്റോത്തീഷ്യം, പെരിത്തീഷ്യം, എപ്പോത്തീഷ്യം, ആസ്കോസ്ട്രോമാറ്റ. ക്ലീസ്റ്റോത്തീഷ്യത്തിന്റെ ഷേപ്പ് എന്താ, ഗ്ലോബോസ് ഷേപ്ഡ് ആണ്. ഓപ്പണിംഗ് ഒന്നുമില്ല. ഉള്ളിലുള്ള ആസ്കോസ്പോർ എല്ലാം പുറത്തേക്ക് പോണെങ്കിൽ കംപ്ലീറ്റ്ലി ആ ബോൾ പൊട്ടണം. ഓക്കെ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. രണ്ടാമത്തെ പെരിത്തീഷ്യം, ഷേപ്പ് ഓർത്ത് വയ്ക്കുക, ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്പോർ പുറത്തേക്ക് വഴിയാൻ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിന്റെ പേരെന്താണ്, ഓസ്റ്റിയോൾ. അതിന്റെ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. അപ്പോത്തീഷ്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള കപ്പ് ഓർ സോസർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ആസ്കോസ്ട്രോമാറ്റ, അതിന്റെ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ആസ്കോസ്ട്രോമാറ്റ എന്ന് പറഞ്ഞാൽ സ്ട്രോമ, ഞാൻ നേരത്തെ പറഞ്ഞു, മൈസിൽ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത് ഒരു ബെഡ് പോലെ ആയിട്ടുണ്ടാവും. അതിലൊരു കുഴി പോലെ തോന്നിക്കും. അതിനുള്ളിലായിരിക്കും നമ്മുടെ ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് ഒരുപാട് ലോക്യൂൾസ് ഉണ്ടായിരിക്കും കേസസിൽ. പക്ഷെ ചില ഫംഗൈന്റെ കേസിൽ ഒരൊറ്റ ലോക്യൂൾ ആയിരിക്കും, സ്ട്രോമേന്റെ ഉള്ള ഒരൊറ്റ ക്യാവിറ്റി ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന് പെരിത്തീഷ്യം പോലെ തോന്നും. അപ്പൊ നമ്മൾ അതിന് സ്യൂഡോത്തീഷ്യം എന്ന് പറയും. ഓക്കെ,
ഇനി 4 ഫ്രൂട്ടിംഗ് ബോഡി, ഇപ്പൊ നമ്മൾ പറയുന്ന 4 സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ആക്ച്വലി ആസ്കോമൈക്കോട്ടേന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആട്ടോ. നമ്മൾ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 4 ഏതിന്റെയാണ്? ആസ്കോമൈക്കോട്ട. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 4ലും വരുന്ന എക്സാമ്പിൾ ഏതിലായിരിക്കും? ആസ്കോമൈക്കോട്ടന്റെ എക്സാമ്പിൾ ആയിരിക്കും. കാരണം ആ ഗ്രൂപ്പാണ് ഇങ്ങനെ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും പറയാം. ബാക്കി പിന്നെ അതിൽ ഒരുപാട് സ്ട്രക്ചേഴ്സ് അതിൻ്റെ ഉള്ളിൽ അതിനെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ആസ്കോമൈക്കോട്ടേന്റെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതായിരിക്കും? ആസ്കോസ്പോർ ആയിരിക്കും. അതിന്റെ സെക്ഷൽ സ്പോർ അല്ലേ. ഈ ആസ്കോസ്പോർ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന കുറെ സ്റ്റെറൈൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പെരിഫൈസസ്, പാരാഫൈസസ് എന്നൊക്കെ ഉള്ളത്. ഓസ്റ്റിയോളിന്റെ അടുത്തുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ പെരിഫൈസസ് എന്നും താഴെ ഫ്ലോറിൽ കാണുന്നതിനെ പാരാഫൈസസ് എന്ന് പറയും. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, പറ്റുമെങ്കിൽ. അപ്പൊ ഈ സ്പോറ് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോർ പുറത്തേക്ക് പോകാൻ വേണ്ടി തട്ടി തട്ടി പുറത്തേക്ക് കളയണ്ടേ, അതിനുവേണ്ടി സഹായിക്കുന്ന കുറെ നൂല് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതന്നെ ഓസ്റ്റിയോളിനോട് അസോസിയേറ്റ് ചെയ്തതിന് നമ്മൾ പെരിഫൈസസ് എന്നും ഫ്ലോറിൽ ഈ ആസ്കസിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കിടക്കുന്നതിനെ പാരാഫൈസസ് എന്ന് പറയും. ഷേപ്പ് ഓർക്കുക, എക്സാമ്പിൾ ഓർക്കുക, ആസ്കോമൈക്കോട്ടയിലാണ് വരുന്നതെന്നും കൂടി ഓർക്കുക. ഇത്രയും വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ടൈം തീർന്നു. ആക്ച്വലി കുറച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പോർഷനിലായിരിക്കും ഒരു കൺഫ്യൂഷൻ വരിക. പക്ഷെ അത് വേറെ നിവൃത്തിയില്ല. നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചാൽ മതി. ജസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കി വെക്കുക. കാണാപ്പാടും ഡെഫിനേഷൻ ഒന്നിന്റെ പഠിക്കേണ്ട. മേ ബി ഇഫ് ക്വസ്റ്റ്യൻ ഇസ് സിലബസിൽ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായാലും നമുക്ക് സ്കിപ്പ് ചെയ്യായിരുന്നു. സിലബസിൽ ഉള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തൊന്ന് പറയോ. ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ മനസ്സിലായില്ലെങ്കിൽ, ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ക്ലാസ് തറവില് റെഗുലർലി കാണണം. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ഐ തിങ്ക് we can wind up this session.